Welcome to Annie's Kitchen and you're watching Annie's Kitchen with Annie. നമ്മൾ കുറേ എപ്പിസോഡായിട്ട് നോൺ വെജ് തന്നെയാണ് ചെയ്യുന്നത്. എല്ലാവരും എന്നോട് വഴക്ക് പറയാറുണ്ട്, നോൺ വെജ് എന്നത്തിന് എപ്പോഴും ചെയ്യുന്നത്, അത് ഇച്ചിരി വെജിറ്റേറിയൻ ഒക്കെ ചെയ്തുകൂടെ എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ ഞാൻ ഈ വർത്താനം ഇവിടെ പറഞ്ഞാലും എന്നാ പറയാനാ, എനിക്ക് നോൺ വെജ് ആണെന്ന് കൂടുതൽ കൈവാക്കേ. അതുകൊണ്ട് ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ഫിഷ് കറിയാണ് ചെയ്യാൻ പോകുന്നത്. ഫിഷ് കറി എന്ന് പറയുമ്പോഴത്തേന് നമുക്ക് എല്ലാവർക്കും മീൻകറി ചൂടായിട്ട് ചോറിനൂടെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. അല്ലെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കൂട്ട് നല്ല കപ്പായുടെ കൂടെ ഒക്കെ കഴിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. ആർക്കും മീൻകറി ഇഷ്ടമില്ലാത്തവർ ഒത്തിരി മിക്കതും കുറവാണ്. പക്ഷേ മീൻകറിയുടെ സ്വാദ് അറിയാവുന്നവരെന്നാ ചെയ്യുന്നതെന്നറിയോ, നമുക്ക് ചില സമയമൊക്കെ കൊതി വരുവേ. ഈ കുട്ടനാട് കറിയും വള്ളക്കറിയും ഒക്കെ കേൾക്കുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് വിചാരിക്കും വള്ളത്തിലൊക്കെ ഉണ്ടാക്കുന്ന നല്ല കൊഞ്ചു കറിയൊക്കെ ഭയങ്കര ടേസ്റ്റാണ്. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് എന്നാന്നറിയോ, കുട്ടനാട് ഫിഷ് കറിയാണ് നമ്മളിവിടെ നിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇന്ന് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കുട്ടനാട് ഫിഷ് കറി എങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇത് മാത്രമേ ഫിഷ് കറി കുട്ടനാട് ഉണ്ടാക്കുകയുള്ളൂ എന്നൊന്നുമില്ല കേട്ടോ. ഇതിനകത്ത് പല ഫ്ലേവേഴ്സ് ഉണ്ട്. അതിൽ എമംഗ് വൺ അത്രേ ഞാൻ ചെയ്യുന്നുള്ളൂ. ഇത് നമ്മൾ വീട്ടിലൊക്കെ ഉള്ള നിത്യമുള്ള സാധനങ്ങൾ തന്നെ എടുക്കുന്നുള്ളൂ. അതെന്നാക്കിയാ വേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ കറി ആയതുകൊണ്ട് ഇത് വെളിച്ചെണ്ണയിലേ ചെയ്യാനൊക്കത്തുള്ളൂ. അതുകൊണ്ട് കുറച്ച് വെളിച്ചെണ്ണ. പിന്നെ ഇതിനകത്ത് വേണ്ടിയത് ഉലുവ, ഒരു സവാള നല്ലതായിട്ട് വഴറ്റണം, പിന്നെ കുറച്ച് ഇഞ്ചി അരിഞ്ഞത്, എരിവ് കണക്കാക്കി പച്ചമുളകാന്നേ. മീനിലിടാനുള്ള പൊടി എന്ന് പറഞ്ഞേച്ച് നമുക്ക് കിട്ടും, അതാ ഇപ്പൊ ഞാൻ മേടിച്ചേക്കുന്നേ. ഇപ്പൊ ഇത് കണ്ടേച്ച് പേടിക്കണ്ട, ഇതില്ലാന്ന് വെച്ചോ. ഇതില്ലെങ്കിൽ ചെയ്യേണ്ട കാര്യം എന്നാന്ന് വെച്ചാൽ ഇതിന്റെ ചേരുവകൾ എന്നാന്ന് വെച്ചാൽ ഈ മഞ്ഞപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഉലുവാപ്പൊടി, കടുക്, കുരുമുളക്, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, ഇതിൻ്റെ എല്ലാം കൂടെ ചേർത്ത് അതിൻ്റെ പൊടികളുണ്ടല്ലോ, ഇതെല്ലാം കൂടെ സമത്തിൽ ചേർത്തേക്കുന്നത് ഒരു പൊടിയാന്നു ഈ ഫിഷ് പൗഡർ എന്നും പറഞ്ഞ് നമ്മൾ മേടിക്കാൻ കിട്ടുന്നത്. ഇത് നമ്മൾ മേടിച്ചില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ഒരു 10 കാര്യം നമ്മുടെ മീൻകറിയിലോട്ട് കുറേശ്ശെ ചേർത്ത് വെച്ചാലും മതി. അതിന് നല്ല സെയിം ടേസ്റ്റ് തന്നെ വരും. എളുപ്പത്തിനാന്നു നമ്മൾ ഈ ഫിഷ് പൗഡർ മേടിക്കുന്നത്. കഴിയുന്നത് മേടിക്കാതെ നമ്മൾ ഈ പറഞ്ഞ കൂട്ടാതെ ചേർക്കുന്ന ഏറ്റവും രുചി. പിന്നെ വേണ്ടിയത് ഒരു 1/2 കപ്പ് തേങ്ങ തിരുവിയതാന്നേ. പിന്നെ ഇതിന് വേണ്ടിയത് കൊടംപുളിയാണ്. ഇവിടെ ഞാൻ മേടിച്ചേക്കുന്ന നെമ്മീനാന്നു, ഇതല്ല ഏത് മീനാന്നേലും കുഴപ്പമില്ല. പിന്നെ കുറച്ച് തേങ്ങാപ്പാൽ, നമുക്ക് കുറച്ച് കടുക് വേണമേ. പിന്നെ കടുക് വറുക്കാനുള്ള ചെറിയ ഉള്ളിയാന്നു ഇത്. പിന്നെ നമുക്ക് വേണ്ടിയത് കുറെ കറിവേപ്പില, അതിനൊരു കണക്കൊന്നുമില്ല. ഇതെല്ലാം ഇട്ടാലും നമ്മളൊരു കാര്യം ഇട്ടില്ലെങ്കിൽ ഈ കറിക്ക് ഒന്നും ഒരു സ്വാദം ഉണ്ടാവുകയില്ല. നമുക്ക് വേണ്ടിയത് കുറച്ച് ഉപ്പ്, ഇത്രയും ഇതിനകത്ത് ആവശ്യമുള്ളൂ. പക്ഷേ ഈ മീൻകറി വെക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കും ഇത് തന്നെ എളുപ്പമുള്ളൊരു കാര്യമല്ലേന്ന്. പക്ഷെ ഇത് അത്ര എളുപ്പമല്ല. എന്നാന്ന് വെച്ചാൽ നമ്മൾ ആദ്യം എന്നാ ചെയ്യണമെന്നറിയോ, തേങ്ങ ഒന്ന് വറുക്കണം. തേങ്ങ വറുക്കാന്ന് വെച്ചാൽ വറുത്തരച്ച് തീയൽ വറുക്കുന്ന കൂട്ട് അങ്ങ് വറുത്തേക്കല്ല, എന്നാൽ തേങ്ങ കുറച്ച് മൊരിയേം വേണം, അത്രേ ഉള്ളൂ. അന്നേരം എന്നാ പറയുക, ഒരു ലേശം ഒരു ബ്രൗൺ ആവുകയല്ലേ, ആ കണക്ക്. പച്ച പോകാനും പാടില്ല, എന്നാൽ ഇച്ചിരി തേങ്ങ മൊരിയേം വേണം. ആ കണക്കിനൊന്ന് മുരിച്ചെടുക്കണേ. അതെ, തേങ്ങ വറുക്കാന്ന് പറയാം, തീയൽ കൂട്ടല്ല കേട്ടോ. പിന്നകത്തോട്ട് ഞാൻ ആ തേങ്ങ അങ്ങ് ഇടുക. പിന്നെ നമ്മൾ ഇടുന്ന ആ തേങ്ങ എത്രയാണെന്നുള്ളത് 1/2 കപ്പ് ഇട്ടാൽ അത് മൂത്ത് വരുമ്പോഴത്തേക്ക് 1/4 കപ്പേ ഉണ്ടാവത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ ആ മീൻകറിക്ക് ഗ്രേവി എന്തോരം വേണം അതനുസരിച്ച് നമ്മൾ അതിനെ തേങ്ങ ഇട്ടേച്ചാൽ മതി. ഇനിയിപ്പോൾ അഥവാ നമ്മൾ വറുത്ത തേങ്ങ ഒന്ന് അരച്ചെന്ന് വെച്ചു, എന്നാലും കുഴപ്പമില്ല, നമുക്ക് മീൻകറിയിൽ ഇടുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഈ മീൻകറിക്ക് ആവശ്യമുള്ള ഇട്ടേച്ച് ബാക്കി നേരെ അങ്ങ് ഫ്രിഡ്ജ് വെച്ചേച്ചാൽ മതി. ഇനിയിപ്പോൾ ആണെങ്കിൽ ഒരു കാര്യം പറയാം, തേങ്ങ മൂക്കാനാന്നേൽ ഈ പറഞ്ഞ കൂട്ട് എനിക്ക് ഒരുപാട് സമയമൊന്നും വേണ്ട, ഒരു ചെറിയ സമയം മതി. ഞാൻ എൻ്റെ എന്നാ പറയുക, തേങ്ങ ഇച്ചിരി മൂപ്പിച്ചിട്ടുണ്ടേ, നോക്കി ഇത് ഇച്ചിരി ഒന്ന് മൂത്തിട്ടുണ്ട്, അല്ലാത്തൊക്കെ ഇച്ചിരി ആ വെളുത്ത് നിറഞ്ഞ് തന്നെ കിടപ്പുണ്ടേ. ഇനി ഇതിനകത്തോട്ട് എന്നാ ചെയ്യാൻ പോകുമെന്ന് വെച്ചാൽ അറിയാലോ, ഞാനൊരു 2-3 തണ്ട് ഈ പറഞ്ഞ കൂട്ടുകാർ കറിവേപ്പില ഇതിനകത്തോട്ടൊന്ന് ഇടും. അന്നേച്ചാൽ ഇതിൻ്റെ കൂടെ തന്നെ ഈ അരിഞ്ഞു വെച്ചേക്കുന്ന ചെറിയ ഉള്ളി ഉണ്ടല്ലോ, ഇതും ഒരു 2-3 എണ്ണത്തിൻ്റെ അരിഞ്ഞതാണ്. ഇതൊരു 2 എണ്ണം അരിഞ്ഞതാണ്, ഇതെല്ലാം വട്ടത്തിൽ അരിഞ്ഞേക്കുക. അന്നേരം അതും കൂടെ ഒന്നിട്ട് ഒന്ന് മൂപ്പിച്ചേച്ച് നമുക്ക് അരയ്ക്കാനായിട്ട് വെക്കാവേ. അന്നേരം ഉണ്ടല്ലോ
നല്ലൊരു സ്വാദ് വരും. ഇപ്പം തന്നെ ആ ഉള്ളിയും കറിവേപ്പിലയും കൂടി ഇട്ടപ്പോൾ തന്നെ ഉണ്ടല്ലോ ഒരു മണമാണ് തേങ്ങയ്ക്കകത്തോട്ട് ഇട്ടപ്പം. ഇനി ഇത് ഇവിടെ ഇങ്ങനെ ഇരുന്നേച്ച് ഞാനങ്ങ് ഓഫ് ചെയ്യുക. ഇത് ചീനച്ചട്ടിയിൽ തന്നെ ഇരുന്നോട്ടെ. കാര്യം എന്നാണെന്നറിയാമോ, ഇതൊന്ന് ഇച്ചിരി ആ ചൂടോടുകൂടി കുറച്ചുകൂടി ഒന്ന് മൂക്കും. അപ്പോൾ ഇത് അതിനകത്ത് തന്നെ ഇരുന്നേച്ച് ഇച്ചിരി കൂടെ ഒന്ന് മൂത്ത് കഴിയുമ്പം ആറുകയും ചെയ്യും, അതിൻ്റെ കൂടെ അത് മൂക്കുകയും ചെയ്യും, അതിൻ്റെ കൂടെ നമുക്കതൊന്ന് അരയ്ക്കാനായിട്ടുള്ളത് തണുക്കുകയും ചെയ്യും. ഈ 3 കാര്യവും കൂടി ഇതിനകത്ത് നടക്കുവേ. അതുകൊണ്ട് അത് ഇച്ചിരി നേരം അവിടെ അങ്ങ് ഇരുന്നോട്ടെ, ഇനി അതിനെ ഉപദ്രവിക്കേണ്ട. ഇനി നെക്സ്റ്റ് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ചട്ടിക്കകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. ഇതിനകത്തോട്ട് ഞാനൊരു ഇച്ചിരി കടുക് ഇടുക. കടുക് ആദ്യമേ ഇട്ടു. സാധാരണ നമ്മൾ മീൻകറിക്ക് കടുക് ഇട്ട് ആദ്യമേ വറുത്ത് എടുക്കുന്നതിന് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. അതല്ലാതെ നമ്മൾ ലാസ്റ്റ് കടുക് വറുത്തൊഴിച്ചാലും ഒരു കുഴപ്പമില്ല. പക്ഷെ ആദ്യമേ മീൻകറിക്ക് ഇച്ചിരി കടുകും ഉലുവായും കൂടെ ഇട്ട് ഒന്ന് പൊട്ടിയേച്ച് നമ്മൾ ബാക്കി ചേർക്കുമ്പോൾ പ്രത്യേക ഒരു സ്വാദുണ്ട്. പക്ഷേ ഈ ഒരു താളിക്കൽ മാത്രം പോരാ, ഇതിൻ്റെ കൂട്ടത്തിൽ ലാസ്റ്റ് ഞാൻ എന്നാ ചെയ്യുന്നു വെച്ചാൽ ഈ ചെറിയ ഉള്ളിയും കറിവേപ്പിലയും കൂടി ഇട്ടേച്ച് ഒന്നുകൂടി ഒന്ന് വറുത്തിടുവേ, എന്നാലേ അതിൻ്റെ ഒരു സ്വാദ് വരത്തുള്ളൂ. പക്ഷേ ഈ കടുക് പൊട്ടാതെ നമുക്കൊന്നും ചെയ്യാനൊക്കത്തില്ല, അത് വേറെ കാര്യം. കാരണം കടുകും ഉലുവായും കൂടി ഒന്ന് പൊട്ടിയാലേ അതിൻ്റെ ടേസ്റ്റ് അതിനകത്തോട്ട് ഇറങ്ങത്തുള്ളൂ. ഉലുവായ്ക്ക് കണക്കില്ല, ഒത്തിരി ഒന്നും ഇടരുത്, ഒരു 3-4 എണ്ണം ഇടാവുള്ളൂ. ഉലുവ എന്നാന്നറിയാമോ, ഒത്തിരി അങ്ങ് ഇട്ടേച്ചാൽ അതിനകത്ത് ഒരു കയ്പ്പ് വരുവേ, അത് വേണ്ട. അതുകൊണ്ട് തന്നെ എന്നാൽ മീനിന് ഉലുവ ഇല്ലെങ്കിൽ സ്വാദില്ലെന്നും പറയും. അതുകൊണ്ട് അത് രണ്ടും ചേർത്തോണം. പിന്നെ നമ്മുടെ അടുക്കയിരിക്കുന്ന ചീനച്ചട്ടി ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന മൂപ്പായിരിക്കുമല്ല തേങ്ങയ്ക്ക്, കുറച്ചുകൂടെ ഇച്ചിരി അങ്ങ് മൂത്ത് പോകും. നമ്മൾ ഇത്രയും ഇന്നെടുത്തേക്കുന്ന കറി ആയതുകൊണ്ട് മീൻ എടുത്തേക്കുന്ന അളവിനാന്നേല ഇതിൻ്റെ ഒരു എന്നാ പറയുക 3/4 തേങ്ങ മതിയാവും. പക്ഷേ നമ്മൾ മൊത്തം അരയ്ക്കും. എന്നാന്നറിയോ, ചിലപ്പോൾ എങ്ങാനും തികയാതെ വന്നാൽ പിന്നെ മെനക്കേടല്ലേ, മിക്സി കഴുകാനും അല്ലെങ്കിൽ ഒന്നുകൂടെ അരയ്ക്കാനും ഒക്കെ പറയുക, എന്നാലും വലിയ പ്രയാസമാണ്. അതിലും ഭേദം നമ്മളങ്ങ് അരച്ചിടുക. പിന്നെ നാളത്തേക്ക് ഒരു തീയലാന്നേൽ ഇത്ര എന്തായാലും ബാക്കി വരുന്ന തേങ്ങ എന്തായാലും പോരാതെ വരും. അതുകൊണ്ട് എന്നാ ചെയ്യണം, മൂപ്പിക്കുന്ന തേങ്ങ കുറച്ചുകൂടി ഒന്ന് മൂപ്പിച്ചേച്ചാൽ മതി, ഒരു വ്യത്യാസവും വരികയില്ല. നമ്മൾ ഇനിയിപ്പോൾ സ്ത്രീകൾ എന്നാ തട്ടിപ്പടുക്കളെ കാണിച്ചാലും ഉണ്ടല്ലോ, നമ്മൾ വേറൊരാളോട് പറയരുത്, അയ്യോ ഇന്നലത്തെ തേങ്ങ പകുതിയായത് ഞാൻ ഇന്നിട്ടേന്ന് പറഞ്ഞാൽ ഒട്ടനെ കറിക്ക് എന്നേലും കുറ്റം കണ്ടുപിടിക്കും. അതിന് ഭേദം മിണ്ടാതെ കാര്യം നടത്തണം, അതാണ് ഏറ്റവും നല്ലത്. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ എന്നാ ചെയ്യണമെന്നറിയാവോ, ഈ ഉള്ളി അങ്ങ് ഇട്ടേക്കണേ. ഉള്ളി ഇട്ടേച്ച് ഉള്ളി നല്ലതായിട്ട് മൂക്കണം, വാടിയാൽ പോരാ, നല്ലതായിട്ട് മൂക്കണം. എന്നാന്നോ ഇതിനകത്ത് മതിരിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ ചെറിയ ഉള്ളി ഇടാം, ഇത് രണ്ടിലേതായാലും ഇടാം. ഇടുന്നത് ചെറിയ ഉള്ളി ആണെങ്കിൽ കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് വരും. ഞാനൊരു കാര്യം ചെയ്യാം, എന്നായാലും ഞാൻ ഇച്ചിരി സവാളയും പിന്നെ കുറച്ച് ചെറിയ ഉള്ളിയും കൂടി ഇടാവേ. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ കൺഫ്യൂഷൻ ആക്കണ്ട, നല്ല ടേസ്റ്റാണ്. ചെറിയ ഉള്ളി ഇട്ടാൽ ഏറ്റവും ടേസ്റ്റ്. സവാള ഒരുപാട് ഇട്ടാലുണ്ടല്ലോ ഇച്ചിരി മധുരിക്കും. ബേസിക്കലി ഉള്ളി കുറച്ച് കൂടുതൽ ഇട്ടാൽ മധുരിക്കും. അതുകൊണ്ട് നമ്മൾ ഒത്തിരി അങ്ങോട്ട് ഉള്ളിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യല്ലേ. അതുകൊണ്ട് ചെറിയ സവാള എടുത്തേച്ചാൽ മതി. അന്നേച്ച് ഇതിനകത്തോട്ട് ഒരു 2-3 തണ്ട് കറിവേപ്പിലയാണ് ഇടേണ്ടത്. പക്ഷെ ഞാനൊരു 3-4 ഇല ഇപ്പം ഇടത്തുള്ളൂ. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇച്ചിരി ഇഞ്ചിയും കൂടി ഇടാം. ഇഞ്ചി എന്ന് പറയുമ്പോൾ ഒരു 3/4 ടീസ്പൂൺ ഇട്ടു. ടീസ്പൂൺ കണക്കാണേ. ഇനിയുള്ള ഇച്ചിരി ഒന്ന് ഉള്ളി നല്ലതായിട്ടൊന്ന് വാടി എന്നാ പറയുക, ഒന്ന് വെന്ത് നല്ലതായിട്ടൊന്ന് ചുരുങ്ങുകയല്ലേ, അന്നേരം വരെ ഒന്ന് വഴറ്റണം. ഇതിവിടെ കിടന്നൊന്ന് വഴലട്ടെ. ഇതിവിടെ നിന്ന് വഴുന്ന സമയത്ത് നമ്മൾ ഇച്ചിരി ഈ തേങ്ങ ഒന്ന് അരച്ചെടുക്കാം, അതാ എളുപ്പം. അപ്പം നമ്മുടെ 2 കാര്യവും നടക്കും, നേരവും പോവുകയില്ല. ശരിക്കും പറഞ്ഞാൽ തേങ്ങ ഉണ്ടല്ലോ ചുമ്മാ അങ്ങ് അരച്ചെടുത്തേക്കരുത്, നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണേ.
തേങ്ങ മൂത്ത് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ അതിന് വലിയ എന്നാ പറയുക ഒത്തിരി അളവൊന്നുമില്ല, നമ്മൾ ഇട്ടതിൻ്റെ അത്രയും കൂടിയില്ല. അന്നേരം അത് അരച്ചെടുക്കുമ്പോൾ ഇച്ചിരിയെ കാണും. പിന്നെ ഒരു കാര്യം കൂടെ പറയാവേ, തേങ്ങയുടെ മൂപ്പ് പോലെ ഇരിക്കും നമ്മൾ കറി വെക്കുന്നതിൻ്റെ കറിയുടെ നിറം. അതായത് നമുക്ക് ഒരുപാട് കറുപ്പിച്ചിട്ട് വെക്കണം എന്നുണ്ടെങ്കിൽ തേങ്ങ നല്ലതായിട്ട് മൂക്കണം. ഇതിപ്പോൾ അതല്ല, നമുക്കൊരു എന്താ പറയുക ഓറഞ്ചും റെഡും എന്നാൽ ബ്രൗൺ ആയിരിക്കണം എന്നുള്ള രീതിയിലാണെങ്കിൽ ഈ തരത്തിൽ മൂപ്പിച്ചാൽ മതി. നല്ലോണം തേങ്ങ മൂപ്പിക്കുകയാണെങ്കിൽ ചെറുതായിട്ടൊരു തീയലിൻ്റെ ഒരു ടേസ്റ്റ് വന്നു പോകും. അതുകൊണ്ടാണ് നമ്മൾ ഒരുപാട് മൂപ്പിക്കാത്തത്. ഇനിയിപ്പം ഇതിനകത്തോട്ട്, അതായത് നമ്മുടെ ചട്ടിക്കകത്തോട്ട് പച്ചമുളക് കീറി വെച്ചേക്കുമല്ലേ, അത് നമ്മുടെ എരിവിന് കണക്കാക്കി ചേർത്തോണേ. ചില സമയം നമുക്ക് കിട്ടുന്ന പച്ചമുളക് ആണെങ്കിലും നല്ല എരിവുള്ള കൂട്ടത്തിലായിരിക്കും, ചില സമയത്താണെങ്കിൽ എരിവ് ഇല്ലാത്തതുപോലെ ആയിരിക്കും. നമുക്ക് അറിയാമല്ലോ, ആദ്യത്തെ എടുക്കുമ്പോൾ തന്നെ അറിയാം. അത് കണക്കാക്കി വേണം പച്ചമുളക് ചേർക്കാൻ. പോരാ, ഇച്ചിരിയും കൂടി അരയാനുണ്ട്. നല്ല മഷി പോലെ അതങ്ങോട്ട് അരഞ്ഞോട്ടെ. ഇതിപ്പോൾ നല്ലതായിട്ടൊന്ന് മൂത്ത് കഴിഞ്ഞു. ഇനി എന്നാന്നറിയോ, നല്ലതായിട്ട് മൂത്തെന്ന് പറഞ്ഞാൽ ബ്രൗൺ നിറത്തിലാവുന്നല്ല പറഞ്ഞേ, നമ്മളിട്ട ഉള്ളി ഒന്ന് ചുരുങ്ങിയായിരുന്നേ. ആ ചുരുങ്ങി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മുടെ ഈ ഫിഷ് പൗഡർ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലായിരുന്നോ, ആ സാധനം നമുക്ക് ചേർക്കണം. ഈ എണ്ണയെ കിടന്നൊന്ന് മൂക്കണം. ഒരു ഓൾമോസ്റ്റ് ടീസ്പൂൺ, ഒരു 4 ടീസ്പൂൺസോളം ഇട്ടു. അപ്പം നിങ്ങളൊക്കെ വിചാരിക്കും, അയ്യോ ഈ മീൻകറിക്ക് എന്നാ പറയുക, എന്നാ എരിവായിരിക്കും എന്നേ. ഓ ഇല്ല, എന്നാന്നോ, ആ തേങ്ങായും കൂടെ അങ്ങോട്ട് ചേരുമ്പോഴത്തേക്ക് ആ എരിവെല്ലാം തേങ്ങയെ പിടിച്ച് മീനയിലും ഒക്കെ പിടിച്ചു വരുമ്പോഴത്തേക്ക് അതിൻ്റെ ടേസ്റ്റും എരിവും എല്ലാം മാറും. പച്ച ചൊവയോ അങ്ങനെ ഒന്നും വരികയില്ല. പക്ഷേ ഈ പൊടി ചേർത്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ആ പൊടി ഒന്ന് മൂത്ത അതിനകത്ത് എണ്ണയൊന്ന് നല്ലതായിട്ട് തെളിഞ്ഞു വരണം. ഇപ്പം എന്നാ പറയുക, എണ്ണ തെളിഞ്ഞു, ആ പൊടി അങ്ങ് മൂത്തു. കാര്യം നമ്മുടെ ചട്ടി നല്ല ചൂടായിരിക്കുമല്ലേ, അപ്പം അതിനകത്ത് നേരം പോവുകയില്ല. ഇതിനകത്തോട്ട് പുളി ചേർക്കുമ്പോഴും വളരെ ശ്രദ്ധയോടുകൂടി ചേർക്കുക. കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിച്ച് ചേർക്കാനല്ല ഞാൻ പറയുന്നത്, ചില പുളിക്കാന്നേൽ ഭയങ്കര പുളിയായിരിക്കും, അല്ലാത്ത പുളി ഇല്ലാത്തതുകൊണ്ട് അതനുസരിച്ച് വേണം ചേർക്കാൻ. ഇതും അതിൻ്റെ കൂട്ടത്തിലുള്ള ഇച്ചിരി വെള്ളവും. പിന്നെ ഒന്ന് മീൻ തിളച്ചേച്ച് വേണമെന്ന് തോന്നുവാന്നേ നമുക്ക് ചേർത്തേച്ചാൽ മതി. പുളി കൂടിപ്പോയി കഴിഞ്ഞാൽ വലിയ പ്രയാസമാണ്. അല്ലേ തന്നെ നമ്മളൊരു കറി വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, അതിൻ്റെ ആ ചേരുവകളൊക്കെ കറക്റ്റായിട്ട് ചേർന്നില്ലെങ്കിൽ ഉണ്ടാക്കുന്ന വ്യക്തികൾക്ക് വലിയ പ്രയാസമാണ്. എന്നെ സംബന്ധിച്ചോളം ഒത്തിരി ഉണ്ടേ. ഇതിനകത്ത് തന്നെ ഞാനൊരു ഇച്ചിരി ഉപ്പിടുക. ഇനി ഇതാ ചെറിയ തീയലിരുന്ന് ഒന്ന് തിളച്ച് അതിൻ്റെ ആ എണ്ണയൊന്ന് വരട്ടെ. ഇതിനകത്തോട്ട് ആ വെള്ളം ഒഴിച്ചു. ഇനി ഇതിനകത്ത് നല്ലതായിട്ടൊന്ന് അരച്ചുകൊണ്ട് വരട്ടെ. ഇപ്പം നമ്മൾ ആ മസാല എല്ലാം ചേർത്തേച്ച് എണ്ണ നല്ലോണം തെളിഞ്ഞു. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ നോക്കിയേ, ഈ മസാല നോക്കിയേ, നമ്മൾ തേങ്ങായും അതുപോലെ മൂപ്പിച്ചാൽ ഇതേ നിറം തന്നെ കിട്ടും, അതിനൊരു വ്യത്യാസവും വരികയില്ല. അപ്പം അതിനൊരു ചെറിയ ഡിഫറൻസ് വരാൻ വേണ്ടിയിട്ടാണ് തേങ്ങ ഒരു ലേശം മൂപ്പിച്ചത്. ഇനി ഇതിനകത്തോട്ട് നമ്മൾ അരച്ച തേങ്ങ ഇതിനകത്തോട്ട് ചേർക്കണം. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ ഇച്ചിരി ഒരു അര കപ്പോളം എടുത്തിട്ടുള്ളൂ. പക്ഷേ ആ തേങ്ങയ്ക്ക് അത് ഫുൾ ചേർക്കേണ്ടി വരും. ഇനി ഇതിനകത്തോട്ട് വെള്ളവും കൂടെ ഒഴിച്ച് ആ മീനും എല്ലാം ഇട്ട് വരുമ്പോഴത്തേക്ക് തിക്ക് ഗ്രേവി ആവത്തുള്ളൂ. ഈ സമയത്ത് ഇതിനൊരു ഇച്ചിരി എന്നാ പറയുക, ഒരു എരിവോ പുളിയോ ഉപ്പോ എന്നേലും വേണം. അല്ലെങ്കിൽ നമ്മൾ ചേർത്ത ആ മസാല കൂട്ട് ഒന്ന് കുറഞ്ഞു പോയെന്ന് വെച്ചോ, ഇത് ചേർക്കേണ്ട പറ്റിയ സമയം ഇപ്പോഴാണ്. ഞാൻ ചുമ്മാ അങ്ങ് ഇട്ടേക്കല്ല, നമ്മൾ ചെയ്ത കൂട്ട് എണ്ണ ഒഴിച്ചൊന്ന് മൂപ്പിക്കണ്ട. അല്ലാതെ ഒരു ചീനച്ചട്ടി എടുത്ത് വെച്ചേച്ച് ആ പൊടി ഒന്ന് ഇച്ചിരി മൂപ്പിച്ചേച്ച് വേണം ഇതിനകത്തോട്ട് ഇടാൻ. അല്ലെന്നുണ്ടെങ്കിൽ ഇതെല്ലാം മൂത്തേക്കുക. അന്നേരം ഇതിൻ്റെ ഒരു പച്ചച്ചോവയുണ്ടല്ലോ നമ്മുടെ കറിയേൽ വരും. അതിലും ഭേദം നമുക്ക് എന്നാ ചെയ്യണം, ഒരു ഇച്ചിരി ഒന്ന് മൂപ്പിച്ചേച്ചിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ചുവയൊക്കെ ഒന്ന് മാറിയേച്ച് നല്ലൊരു മീൻകറി ആവും. അല്ല ഭയങ്കര വ്യത്യാസം വരുവേ.
അതുകൊണ്ട് ഇപ്പം ഈ സമയത്ത് ചേർത്തോണം. ഇനി നമ്മുടെ കറി ഒന്ന് തിളച്ച് കഴിഞ്ഞ് പ്ലീസ് ഞാനൊരു ഇച്ചിരിയും കൂടി ഇട്ടോട്ടെ. ഇതിപ്പോൾ അത്യാവശ്യമൊന്നുമില്ല, അത് നമ്മുടെ ഇഷ്ടം പോലെയാണ്. പക്ഷെ എന്നാലും മീൻകറി ഒന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് ആ കറിവേപ്പിലയും കൂടി ഇട്ട് കറിവേപ്പിലയുടെ മട കൂടെ നമ്മൾ മീൻ എടുത്തിടുമ്പോൾ ഒരു സന്തോഷം, അത്രേ ഉള്ളൂ. മീൻ ഇട്ട് കഴിഞ്ഞാൽ സ്പൂണിട്ട് ഇളക്കരുതെന്നാണ് പറയുന്നത്. പക്ഷെ എന്നാലും എനിക്ക് എന്നാന്നറിയാവോ, ചട്ടി ഇട്ടൊന്ന് വട്ടം ചുറ്റാൻ അത്ര കൈവാക്ക് പോരാ. എന്തായാലും ഇത്രയും വെള്ളം പോരാ. അതുകൊണ്ട് ഞാനൊരു ഇച്ചിരി വെള്ളവും കൂടി ഒഴിക്കുക. ഇതെന്നാത്തിനാണ് ഒഴിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് ആ മീനിനകത്തു നിന്ന് ഒരു ഇച്ചിരി വെള്ളം വരും, അത് വേറെ. എന്നാലും നമ്മുടെ ഗ്രേവിക്ക് ഒരു തിക്നെസ്സുമായി ഒരു എന്നാ പറയുക, ഒരു ഇച്ചിരി ഒരു സുഖം വരണ്ടായോ, അതിന് വേണ്ടി ഇച്ചിരി വെള്ളവും കൂടെ ചേർത്താൽ മതി. ചുരുക്കം പറഞ്ഞാൽ നമുക്ക് ആ മീനിന് എന്നാ ഗ്രേവി വേണം അതനുസരിച്ച് നമുക്ക് വെള്ളം ചേർക്കാം, അത്രേ ഉള്ളൂ. ഇതിനകത്ത് വലിയ ടെൻഷൻ പിടിക്കേണ്ട പരിപാടിയൊന്നുമില്ല. പിന്നെ മീനിട്ട് വെള്ളമെല്ലാം ചേർത്ത് കഴിഞ്ഞാൽ ഒരു കാര്യം ഞാൻ പറയാം, മീനൊന്ന് തിളച്ച് കഴിഞ്ഞാലുണ്ടല്ലോ ഏറ്റവും ചെറിയ സിമ്മേലേ ഇടാവുള്ളൂ. ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഒരു കനൽ എഫക്റ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. ആ ഒരു എഫക്റ്റ് എന്തായാലും കിട്ടുകയില്ല. പക്ഷെ എന്നാലും ആ ചെറിയ സിമ്മേ കിടന്ന് മീൻ തിളച്ച് വെന്ത് ആ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരുമ്പോൾ നല്ല ചൂട് ചോറിൻ്റെ കൂടെയോ കപ്പയുടെ കൂടെയോ ഒഴിച്ചൊന്ന് കഴിക്കുവാന്നേലോ എന്നോ ടേസ്റ്റാണെന്നറിയോ. ആ ടേസ്റ്റ് വരണമെങ്കിൽ നമ്മുടെ എണ്ണയൊക്കെ നല്ലതായിട്ടൊന്ന് തെളിഞ്ഞു വരണം. ഇപ്പം ഞാൻ ആവശ്യമുള്ള വെള്ളമാണ് അതിനകത്ത് ഒഴിച്ചേക്കുന്നത്. ഇനി എന്നാണെന്നറിയാവോ, നമുക്ക് വെള്ളത്തിന് പകരം തേങ്ങാപ്പാലുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ ഒഴിക്കാം. പക്ഷേ മാക്സിമം തേങ്ങാപ്പാൽ ഒഴിക്കുന്നതാണോ ഈ കറിയുടെ ഏറ്റവും സ്വാദ്. ഇപ്പം നമ്മൾ ആ ഗ്രേവി ഒന്നൊരു ഇച്ചിരി ലൂസാക്കാൻ വേണ്ടിയിട്ടാണ് ഇച്ചിരി വെള്ളം ഒഴിച്ച് പെട്ടെന്നൊന്ന് അടി പിടിച്ചാൽ എന്നാ എടുക്കും, തേങ്ങാപ്പാൽ എടുത്തുകൊണ്ട് വരുന്ന നേരം നമ്മൾ മിക്ക വീട്ടമ്മമാരും എന്നാ ചെയ്യുന്നത്, തേങ്ങാപ്പാൽ എടുത്തുകൊണ്ട് വന്നൊന്നും വെച്ച് ആരും കറി വെക്കുകയല്ല, അടുപ്പേലും അങ്ങോട്ട് മീൻ വെച്ചേച്ചേ തേങ്ങാപ്പാൽ എടുക്കാൻ പോകത്തുള്ളൂ. ആ സമയം കൊണ്ട് ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ചേച്ച് പോകുന്നതായിരിക്കും ബുദ്ധിയെ. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ തേങ്ങാപ്പാൽ എടുത്ത് വെച്ചേക്കുവാന്ന് വെച്ചു. അന്നേരം എന്നാ ചെയ്യണം, നമുക്ക് ആവശ്യമുള്ള പാൽ ഇതിനകത്തോട്ട് ഒഴിക്കണം. അതായത് നമ്മുടെ ഗ്രേവി എന്തോരം വേണം അത് നമുക്ക് കണക്കാക്കി ഒഴിക്കുക. ചോറിനാണെങ്കിൽ അങ്ങനെ, അതല്ല കപ്പയ്ക്കാന്നേലും അങ്ങനെ, ഏതാ നമ്മുടെ ഏതം അത് നമുക്ക് ആവശ്യം എത്രയെന്ന് വെച്ചാൽ അത് കണക്കാക്കി നമ്മൾ ഇതിനകത്ത് ചേർത്തോണേ. പിന്നെ തേങ്ങാപ്പാൽ ഏറ്റവും രുചിയുള്ള സാധനം തന്നെയാണ്. അതിനിപ്പോൾ എത്ര ചേർത്താലും ഭയങ്കര ടേസ്റ്റുമാണ് ഉള്ള കാര്യം ഞാൻ പറയാമല്ലോ. തിളച്ച് വാങ്ങാറാവുമ്പോൾ നമ്മളൊരു കാര്യം ചെയ്യണം, എന്നാന്ന് വെച്ചാൽ കടുക് വറുത്ത് ഇതിനകത്തോട്ട് ഒഴിക്കണം. അതായത് കടുക് നേരത്തെ ഇട്ടിട്ടുള്ളത് കൊണ്ട് കടുക് ഇനി വറുക്കരുത്. അതിന് പകരം ഇച്ചിരി വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചേച്ച് ചെറിയ ഉള്ളി ഒന്ന് മൂപ്പിക്കണം. അതിൻ്റെ കൂടെ ഒരു 5-6 കറിവേപ്പിലയും കൂടി ഒന്ന് ഇട്ടേച്ച് ഇതിൻ്റെ മേളിലോട്ടൊന്ന് ഇടുക. പച്ച കറിവേപ്പിലയല്ല ചെയ്യേണ്ടത്, മൂപ്പിച്ചേച്ച് വേണം ഇടാൻ. ഇതും കൂടെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ മീൻകറി പെർഫെക്റ്റ് ആണ്. അതിന് ടേസ്റ്റ് വരണം എന്നുണ്ടെങ്കിൽ എണ്ണ തെളിഞ്ഞേ പറ്റത്തുള്ളൂ. നമ്മുടെ കുട്ടനാട് ഫിഷ് കറി ഇവിടെ നല്ല എന്നാ പറയുക, ആ എണ്ണയൊക്കെ നമ്മൾ ഒഴിച്ച എണ്ണ മാത്രമേ ഉള്ളൂ, എക്സ്ട്രാ ഒന്നും ഞാൻ ഒഴിച്ചിട്ടില്ല. പിന്നെ ആ തേങ്ങാപ്പാലിൽ നിന്ന് ഇറങ്ങുന്നതും കൂടെ ഉള്ളൊരു എണ്ണ മാത്രമേ ഉള്ളൂ. നല്ല സ്പൈസി ആയിരുന്നു. പിന്നെ ഈ പറഞ്ഞ കൂട്ട് സന്ധ്യ നേരത്തെ ചോറ് തിന്നും എല്ലാവരും. പക്ഷേ എന്നാലും ഞാൻ പറയാം, ചിലർ സന്ധ്യയ്ക്ക് രാത്രി ചോറ് ഉണ്ണുന്നവരുണ്ട്. പക്ഷെ ഇന്ന് നമ്മുടെ ചേട്ടൻ വരുന്ന ഗസ്റ്റ്, ചേട്ടൻ എന്ന് പറഞ്ഞു പോയപ്പോഴേ നിങ്ങൾക്ക് ആരറിയാം മെയിലാണെന്നോ ഫീമെയിലാണെന്നോ മനസ്സിലായി. പക്ഷെ എന്നാലും അദ്ദേഹം ഇന്ന് വൈകുന്നേരം ചോറ് ഉണ്ണുമോ എന്നുള്ളത് എനിക്കറിയാൻ മേല. പക്ഷെ എന്നാലും ഇതിൻ്റെ കോമ്പിനേഷൻ ആണല്ലോ നമ്മുടെ ഫുഡിനെ ഏറ്റവും ഹൈലൈറ്റ് ചെയ്യുന്നത്. മാത്രമല്ല ഈ കുട്ടനാടൻ രുചി എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് കുട്ടനാടൻ രുചി എന്ന് പറയുന്നതിന് പ്രത്യേക ഒരു ടേസ്റ്റാണ്. ആ ടേസ്റ്റിനെ എന്തോരം അത് എത്തിയിട്ടുണ്ടെന്ന് പ്രത്യേകം അറിയാൻ പറ്റുന്ന ഒരു ഗസ്റ്റും കൂടിയാണ് നമ്മുടെ ഇന്ന് ആനീസ് കിച്ചണിലേക്ക് വരാൻ പോകുന്നത്. ഇത് ഞാൻ പറഞ്ഞാൽ പറ്റത്തില്ല, അദ്ദേഹം കഴിച്ച് നോക്കി റിസൾട്ട് പറഞ്ഞാലല്ലേ നിങ്ങൾക്ക് അത് ബോധ്യമാവുള്ളൂ. ഞാൻ പറഞ്ഞാൽ ഞാൻ എൻ്റെ കറി ഏറ്റവും നല്ലതാണെന്നല്ലേ പറയത്തുള്ളൂ. അപ്പം അദ്ദേഹം വന്നേച്ച് നമുക്ക് ചോദിക്കാം, അതാണ് ഏറ്റവും നല്ലത്. നമസ്തേ ചേട്ടാ. നമസ്തേ. വരണം. സന്തോഷം ചേട്ടൻ. ഇപ്പൊ ആളെ കണ്ടല്ലോ ആരാന്നുള്ളേ. ഇതിപ്പോ ഞാൻ പരിചയപ്പെടുത്തുന്ന കാട്ടിലും എൻ്റെ പ്രേക്ഷകർക്ക് ഏറ്റവും കൂടുതൽ പരിചയം കാണും. അപ്പം ഞാൻ എന്താ പറയുക, ഒരു ഇൻട്രൊഡക്ഷൻ ഒക്കെ കൊടുത്തേച്ച് അതിനെ ഇല്ലാതാക്കുന്നതിലും ഭേദം അവർ പറയുമ്പോൾ ഇത് ഞങ്ങളുടെ ആളാ, കൂടുതലൊന്നും പറയണ്ടെന്ന് പറയും. അതല്ലയോ ചേട്ടാ ശരി? ശരി. അതെ, എല്ലാ സന്ധ്യയ്ക്കും ചേട്ടൻ എല്ലാവരും വീട്ടിലും ചെല്ലുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാവേ, ഞാൻ ചേട്ടനെ ആദ്യമായിട്ട് കാണുന്നത് ഒരു അമ്പലത്തിൽ വെച്ചിട്ട്, അതായത് ശബരിമലയ്ക്ക് പോകുന്ന സമയത്താന്ന് തോന്നുന്നു ഇല്ലേ ചേട്ടാ? അതാ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ഞാൻ ചേട്ടനെ ഏട്ടൻ പരിചയപ്പെടുത്തി തരുന്ന അപ്പോഴാണ്. നിങ്ങൾ കണ്ട ദിവസം എൻ്റെ ഈ ഭക്തിയേക്കാൾ കൂടുതൽ ഈ 3-4 ക്ഷേത്രങ്ങൾ കവർ ചെയ്ത് അച്ചൻകോവിലിന് കെട്ടുമുറുക്കി
പോകേണ്ട ആ ഒരു തത്രപ്പാടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങളോട് ജസ്റ്റ് ചിരിച്ചു, കൈ കാണിച്ചു, എന്നിട്ട് ഓടുകയായിരുന്നു. ഞാൻ കുശലം പറയാൻ നിന്നില്ല. ഇല്ല വർത്താനം പറഞ്ഞില്ല. പിന്നെ ആ ഒരു എന്നാ പറയാ ഭക്തിപരമായ ഒരു അന്തരീക്ഷമായതുകൊണ്ട് നമ്മൾ കൂടുതലൊന്നും വർത്താനം പറയാനും പോയില്ല. എനിക്ക് ഒരു 65 മാസം ശബരിമല മുടങ്ങാതെ പോയി തൊഴാൻ ഒരു ഭാഗ്യം ഭഗവാൻ തന്നു. ഒരു ലോട്ട് അനുവദിച്ചതാണ്. അതെ, തമ്പുരാൻ ഇനി അനുഗ്രഹിക്കട്ടെ. അത് 2012 അവസാനിച്ചു. 2012 ഞാൻ അത് കഴിഞ്ഞിട്ട് കൈലാസത്ത് പോയത്. അപ്പം ആ സമയത്ത് ഓരോ 18 മാസവും ഒരു വഴി, ആ 18 തീരുന്ന ഉടനെ അടുത്തൊരു വഴി എടുക്കും. അങ്ങനെ ഓരോ റൂട്ടിൽ പോയി ആ ക്ഷേത്രങ്ങൾ കയറിയായിരുന്നു പോകുന്നത്. അപ്പം ഞാൻ ആ സമയത്ത് അവിടെ കൊട്ടാരക്കര ഗണപതി, പിന്നെ ആര്യങ്കാവ്, അച്ചൻകോവിൽ, എന്നിട്ട് പോകുന്ന വഴിക്ക് മലയാലപ്പുഴ തൊഴുത് ശബരിമല പോകുന്ന ഒരു കാര്യം. ഒറ്റയ്ക്കാണോ പോകുന്നത്, ഒരു കൂട്ടം കൂടിയാണോ പോകുന്നത്? അങ്ങനെ കൂട്ടമില്ല, നമുക്ക് ജീവിതത്തിൽ ഒറ്റയ്ക്കല്ലേ വരുന്നത്. പക്ഷെ എന്നാന്നറിയോ ചേട്ടാ, എല്ലാരും ഇങ്ങനെ പോകുമ്പോഴത്തേന് ഇങ്ങനെ എല്ലാരും കൂട്ടത്തിൽ പോരുന്നെന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, ചേട്ടന്റെ അടുത്ത സുഹൃത്തുക്കൾ ഇങ്ങനെ ഒരുപാട് ഭക്തിമാർഗത്തിൽ കൂടി പോകുന്ന ആൾക്കാര് ഒരുമിച്ചാണോ പോകുന്നത്, അതോ ചേട്ടന്റെ രീതിക്കാണോ പോകുന്നതെന്നാ ചോദിച്ചത്. ഇത് ഞാൻ പറഞ്ഞല്ലോ, ചിലപ്പോൾ ചില മാസങ്ങൾ ചിലർ വരും, ചേട്ടാ ഞാനിവിടെ വരുന്ന കേട്ടോ, വെൽക്കം, സന്തോഷം. അടുത്ത മാസം ആരും ഇല്ലേ, ഞാനങ്ങ് പോകും. അപ്പോൾ അതിന് ആളുണ്ടായാലും ഇല്ലായാലും എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ലക്ഷ്യം മാസം 1-ാം തീയതി അവിടെ ചെന്ന് തൊഴുക എന്നുള്ളതാണ്, വരുത്തരുതെന്നുള്ളതാണ്. അപ്പോൾ വരുന്നവരുടെ കൂടെ അവരെൻ്റെ കൂടെ വരും, അവർ തൊഴുതിട്ട് അതുപോലെ തന്നെ ഞങ്ങൾ തിരിച്ചിങ്ങ് വരും. ചേട്ടാ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ തന്നെ പറഞ്ഞു കൈലാസത്തിലൊക്കെ പോയിട്ടുണ്ട്, ഒരുപാട് തീർത്ഥാടന യാത്രകളൊക്കെ ചെയ്തിട്ടുണ്ട്. കൈലാസത്തിൽ പോകുമ്പോൾ ഏതൊരു വ്യക്തിക്കും എന്തെങ്കിലും ഒരു മിറക്കൽ സംഭവിക്കാതെ വന്നിട്ടില്ല എന്നും കേട്ടിട്ടുണ്ട്. ഉണ്ടാവും, ഉണ്ട് 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 ചേട്ടാ, അത് പറഞ്ഞു തന്നേ ഒക്കത്തുള്ളൂ. ഞാൻ ചിരിച്ചത് എന്താണെന്നറിയോ, ഇതെല്ലാം ഒരു മോഹമായിരുന്നു. അവിടെ പോവുക, കാണുക. ഞാനൊരു പ്രാർത്ഥനയോടെ അല്ല പോയത്. ഞാനവിടെ വരാം, തൊഴാം, എനിക്ക് ഇന്ന് ചേട്ടാ ഒരു മിനിറ്റ്, കഥ കേൾക്കാൻ നല്ല രസമാണ്, നമുക്ക് അവിടെ ഇരിക്കാം. ചേട്ടാ പറയുമ്പോ കഥ മുഴുവൻ പറഞ്ഞു തരണം. അതിൻ്റെ കൂടെ ഒരു ക്ഷമയും കൂടെ ഉണ്ട് കേട്ടോ. ഇത്രയും ഭക്തിമാർഗത്തിൽ കൂടെ നടക്കുന്ന ചേട്ടന് ഞാൻ ഇന്നിവിടെ ചെയ്തതേ മീനാന്നു. അന്നേരം അത് കഴിക്കുന്നോണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഭക്ഷണവും ഭക്തിയും പരസ്പരം കൂട്ടിക്കുഴയ്ക്കേണ്ട കാര്യമില്ല. ഇല്ല, ഒരിക്കലും ഇല്ല. ഞാൻ ഇന്നതേ കഴിക്കുമെന്നുള്ള നിർബന്ധമില്ല. നോണും കഴിക്കും, വെജിറ്റേറിയനും കഴിക്കും, എല്ലാ ഭക്ഷണവും കഴിക്കും. കൃത്യമായിട്ട് അത്യാവശ്യം എല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്യും, ഒന്നും ഒഴിവാക്കത്തില്ല. ചേട്ടാ നമ്മൾ പറഞ്ഞു നിർത്തിയിടം വെച്ചൊന്ന് പറയാം, കൈലാസത്തിൽ പോയൊരു അനുഭവങ്ങളെന്ന് പറഞ്ഞ്. കുറേ വർഷമായിട്ടുള്ള ഒരു മോഹമായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ആഗ്രഹിക്കുന്നതെല്ലാം ആഗ്രഹിക്കുന്ന പോലെ നടക്കണമെന്നില്ല. ഇതിന് അവിടുന്ന് ഒരു വിളി വരും. പിന്നെ നിശ്ചയമായിട്ടും അവിടുന്ന് പാസ്പോർട്ട്, നമ്മുടെ ഈ പാസ്പോർട്ട് എടുത്ത് വെച്ചാൽ മാത്രം മതി. അവിടുന്ന് NOC ആയിട്ടൊരു വിളി വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒന്നും നോക്കണ്ട, ഓരോന്നും നമ്മുടെ അടുത്തേക്ക് വരും, പോകാനുള്ള സാഹചര്യങ്ങൾ വരും. ഞാനങ്ങനെ കൈലാസത്ത് പോകാനായിട്ട് ആഗ്രഹിച്ചു. എനിക്ക് അതിന് വിളി വന്നു. ഞാൻ പിന്നീട് ഈ പോകാൻ ആഗ്രഹിച്ചത് ഈ ശിവാലയം ഓടുക എന്നൊരു പരിപാടി, ഓട്ടോ ഇവിടെ. അതെ, ശിവരാത്രി. തിരുവനന്തപുരത്ത് വന്നതിന് ശേഷമാണ് ഞാനത് മനസ്സിലാക്കിയത്. അപ്പോൾ ഞാനങ്ങനെ ശിവാലയം ഇപ്പോൾ 10 വർഷം പൂർത്തിയാക്കിയിരിക്കുക. ഞാൻ കാറിലല്ല പോകുന്നത്. ഒന്നാമത്തെ ക്ഷേത്രം മുതൽ 120 കിലോമീറ്റർ നടന്നു തന്നെ പോകുന്ന ആളാണ്. ചേട്ടാ ഇപ്പൊ ഈ കൈലാസത്തിൽ പോയപ്പോ തന്നെ എന്തെങ്കിലും ഒരു മിറക്കിൾ ചേട്ടന് സംഭവിച്ചോ? കൈലാസ് പോകുമ്പോൾ ഞങ്ങളുടെ കൂടെ വന്നതിൽ എല്ലാ മതസ്ഥരും അവിടെ വരുന്നുണ്ട്, ഹിന്ദുക്കൾ മാത്രമല്ല പോകുന്നത്. ഇപ്പോൾ ഏത് മതസ്ഥരവിടെ ചെന്ന് അവർ കൈലാസം നോക്കിയിട്ട് അവർ എന്താണോ അവരുടെ മനസ്സിൽ ആഗ്രഹിക്കുന്നത് അവിടെ കാണാൻ കഴിയുമെന്നാണ് പറയുന്നത്. ഞാൻ പോയതിൻ്റെ നേരെ മുൻപിലത്തെ ബാച്ചിൽ 2 ഇരട്ടകളായ ക്രിസ്ത്യാനി സുഹൃത്തുക്കളുണ്ടായിരുന്നു. അവർ ഞങ്ങളെ യാത്രയാക്കാൻ വന്നിരുന്നു. അവർ പറയുന്നത് കേട്ടപ്പോൾ നമ്മൾ ഞെട്ടി. എന്നാ പറഞ്ഞേ? അവർ പറഞ്ഞത് അവർക്ക് കൈലാസത്തെ നോക്കിയിട്ട് കർത്താവെ എന്ന് വിളിച്ചപ്പോൾ അവരുടെ മനസ്സിൽ കാണുന്ന കർത്താവിനെ നമുക്ക് വിഷ്വലായിട്ട് കാണാൻ അവർ കണ്ടു. എന്നെ കാണിക്കാൻ പറഞ്ഞാൽ കാണാൻ പറ്റില്ല. ഞാനൊരു എക്സാജറേഷൻ പറയില്ല. അവർ എൻ്റെ കാഴ്ച എൻ്റേത് മാത്രമാണ്, അടുത്ത് നിൽക്കുന്ന ആളിന് കാണാൻ പറ്റില്ല. നമ്മൾ കാണുന്ന വേറൊന്നായിരിക്കും. അതെ, എൻ്റെ കാഴ്ച എന്ന് പറയുന്നത് എനിക്ക് തരുന്നതാണത്. ആനി എൻ്റെ കൂടെ വന്നു കഴിഞ്ഞാൽ എനിക്ക് കാണാൻ പറ്റില്ല. പക്ഷെ ആനി കാണുന്നത് എനിക്ക് കാണാൻ പറ്റില്ല. അതുപോലത്തെ ദിവ്യമായ കാഴ്ചകളാണ് അവിടെ ഉള്ളത്.
അങ്ങനത്തെ കാഴ്ചകൾ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ചേട്ടൻ എന്നാ കണ്ടേ? ഞാൻ ഇവരെല്ലാവരും കൂടി ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത്. കുടുംബസമേതം സമയത്ത് ഇരിക്കുന്നതായിട്ടാണ് ഞാൻ കാണുന്നത്. ഭഗവാനെ, ശരിക്കും എനിക്ക് അങ്ങനെ കാണാൻ നന്ദി കിടക്കുന്നതും ഇവർ പടത്തിൽ നമ്മുടെ മനസ്സിൽ പതിഞ്ഞിരിക്കുന്നതാണോ എന്ന് പറയാൻ എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഞാൻ അങ്ങോട്ട് നോക്കുമ്പോഴെല്ലാം കാണുന്നത് ചിരിച്ചിങ്ങനെ അനുഗ്രഹിക്കുന്നതായിട്ടാണ്. എൻ്റെ അടുത്ത് നിന്ന ആൾ കണ്ട അതല്ല, അയാൾ വേറെ കാഴ്ചയാണ്. ചേട്ടാ, ഈ ശരിക്കും പറഞ്ഞാൽ 22 വയസ്സ് തൊട്ട് ചേട്ടൻ ഈ പറഞ്ഞ കൂട്ട് ഭക്തിമാർഗത്തിലേക്ക് തിരിഞ്ഞു എന്ന് പറയുന്നു. ആ 22 ഇയേഴ്സ് എന്നൊക്കെ പറയുന്നത് ശരിക്കും ഒരു യൂത്തിന് ഉള്ള ടൈമാണ് അത്. അപ്പൊ ചേട്ടൻ ശരിക്കും ഈ ഭക്തിമാർഗത്തിലേക്ക് തിരിഞ്ഞു പോയത് എങ്ങനെയാ? അതോ ഈ നാടിന്റെ സ്വാധീനമാണോ, വീട്ടുകാരുടെ സ്വാധീനമാണോ, എന്താണ്? നാടിൻ്റെ സ്വാധീനമാണ്. ഓ, നാടിൻ്റെ ചെട്ടുളങ്ങരയുടെ സ്വാധീനം. ഞാൻ മാവേലിക്കര, ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കര ചെട്ടുളങ്ങര ജനിച്ച് വളർന്ന ആളാണ്. അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ചെട്ടുളങ്ങര ദേവീക്ഷേത്രത്തിലെ കുംഭഭരണി വലിയ വിശേഷമാണ്. വലിയ വിശേഷം. അപ്പോൾ ഈ കുംഭഭരണിക്ക് മുൻപായിട്ട് ശിവരാത്രിയുടെ അന്നാണ് ഈ കുംഭഭരണി ദിവസം വരുന്ന തേരും കുതിരയുടെയൊക്കെ തടി വെള്ളത്തിൽ പിടിച്ചിടുന്നത്. ശിവരാത്രിയുടെ അന്നാണ്. ഇന്നത്തെ കാലമല്ലെന്ന് ഓർക്കണം, അന്ന് കൃഷിയുണ്ട്. അപ്പോൾ കൃഷിയുടെ ആ ഒരു കാർഷിക സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടായിരുന്നു ഇതെല്ലാം അന്ന് ആഘോഷിച്ചിരുന്നത്. അപ്പോൾ ആ ദിവസം മുറ്റം വൃത്തിയാക്കിയിട്ട് ചാണക വരളി കരിച്ച് അത് വീണ്ടും ഭസ്മമാക്കി ആ ഭസ്മ വരളികളാണ് ഇത് ആ ശിവരാത്രി ദിവസം ഭസ്മം കരിക്കാൻ വയ്ക്കുന്നത്. അപ്പം ഇതിനുള്ള പരികർമ്മിയാണ് ഞാൻ. അപ്പം ചാണകം, ഈ പ്രസവിക്കാത്ത പശുക്കുട്ടിയുടെ ചാണകം സംഘടിപ്പിച്ച് കൊണ്ടുവരിക, ഇത് അമ്മയെല്ലാം ഉരുളയാക്കി തരുന്നുണ്ട്, ഇതെല്ലാം കൊണ്ടുപോയി വെയിലത്ത് വെച്ച് ഉണക്കുക, ഉണക്കിയതൊക്കെ സൂക്ഷിക്കുക. പിന്നെ ഇത് കരിക്കുന്ന ജോലി എനിക്കാണ്. കരിച്ച് കഴിഞ്ഞാൽ പിന്നെ അമ്മ ഇതെല്ലാം കലക്കി വീണ്ടും അതിനകത്ത് മണ്ണ് മാറ്റി അഴുക്കെല്ലാം മാറ്റിയിട്ട് ഇതിൻ്റെ അടിയിൽ വരുന്നത് വീണ്ടും ഓരോ ഉരുളകളാക്കി വെച്ച് ഉണക്കിയെടുക്കുന്നതാണ് ഈ ശിവരാത്രി ദിവസം ഭസ്മം കരിക്കുന്നത്. അപ്പോൾ ഇതിന് തന്നെ ഒരു 5 മണിയാകുമ്പോൾ വിളിച്ചുണർത്തും. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇതിനൊക്കെ സൂര്യോദയത്തിന് മുമ്പായിട്ട് ഇത് ചെയ്യണം. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ജോലി എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ശിവക്ഷേത്രങ്ങളിലൊക്കെ പോയി തൊഴുക. അപ്പം ഇത് നമ്മുടെ മനസ്സിലും നമ്മുടെ ഓരോ കോശത്തിലും വളരെ ചെറുപ്പം മുതലേ, എനിക്ക് 6, 7, 8 വയസ്സും മുതലേ നമ്മുടെ ആ ഒരു ദിനചര്യയുടെ ഭാഗമായിട്ട് കൂടിയതായിരിക്കാം. പിന്നെ വേറൊരു സത്യമുണ്ട്. ഇപ്പോൾ നമ്മൾ രാത്രിയും പകലും കാണുന്ന പോലെ ദൈവമുണ്ട്, അതുപോലെ തന്നെ ചെകുത്താനും ഉണ്ട്. ദൈവം, അതെ, നെഗറ്റീവ് ഉണ്ട്. അപ്പോൾ പോസിറ്റീവായിട്ടുള്ളവർ എപ്പോഴും പോസിറ്റീവായിരിക്കും, നെഗറ്റീവായിട്ടുള്ളവർ നെഗറ്റീവായിരിക്കും. നമ്മുടെ ആറ്റിറ്റ്യൂഡ് പോലെ. ഞാൻ ചിലപ്പോൾ പോസിറ്റീവായിരിക്കും, അതുകൊണ്ടായിരിക്കും അത്ര ചെറുപ്പത്തിൽ ആ ഒരു മാർഗത്തിലേക്ക് പോകാൻ എനിക്ക് ദൈവം വിളി തന്നത്. അപ്പം ഇത്രയും ഭക്തിയായിട്ട് ചേട്ടൻ ഇങ്ങനെ ഭഗവാന്റെ കാര്യങ്ങളും അല്ലെങ്കിൽ ഭഗവാന് വേണ്ടി എന്നും പറഞ്ഞ് ഇങ്ങനെ ചെയ്തിട്ട് ചേട്ടൻ പെട്ടെന്ന് ഈ ഒരു കലാരംഗത്തേക്ക് വന്നല്ലോ ആസ് എൻ ആക്ടർ. അതെങ്ങനെ സംഭവിച്ചു? അതെവിടെയായിരുന്നു ആ ഒരു ട്വിസ്റ്റ്? അത് രണ്ടല്ലല്ലോ. ഞാൻ പഠിച്ചതും കലയുമായിട്ട് ബന്ധമില്ല. പഠിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജോലി വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പഠിച്ചത്. ഞാൻ ഹയർ സർവേയും ബിൽഡിംഗ് ടെക്നോളജിയൊക്കെ പഠിച്ചിട്ട് ഇപ്പോൾ അഭിനയിക്കുകയല്ലേ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ല, തട്ടി വിട്ട കൂട്ട് 1980 എന്നെ തട്ടി ഇങ്ങോട്ട് വിട്ടു കലാരംഗത്തോട്ട്. ഞാൻ KPSCയിലാണ് ആദ്യമായിട്ട് വരുന്നത് നാടകത്തിൽ. അതെങ്ങനെ ഈ തട്ടി വിടുന്നതും ആ ഒരു സാഹചര്യം എന്ന് പറഞ്ഞു ചേട്ടാ, ആ നാടകത്തിലോട്ട് ഇഷ്ടം വന്നതും? ചുരുക്കം പറഞ്ഞാൽ ചേട്ടൻ പറഞ്ഞ പോലെ മാടിനൊക്കെ ഇങ്ങനെ തട്ടി വിടുന്ന പോലെ തട്ടി വിട്ടതൊക്കെ എങ്ങനെയാണെന്ന് തട്ടി വിടുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ഈ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞിട്ടൊന്ന് പുറത്തു പോകാനുള്ള ഒരു ആഗ്രഹത്തിൽ നിൽക്കുമ്പോഴാണ് യാദൃശ്യമായിട്ട് KPSC ഞാൻ പഠിക്കുന്ന കാലത്ത് അഭിനയമൊക്കെ ഉണ്ടായിരുന്നു. കോളേജ് പഠിക്കുന്ന കാലത്ത് കായംകുളത്തെ MSM കോളേജിലാണ് പഠിച്ചിരുന്നത്. അപ്പോൾ അന്ന് ഈ ആർട്സ് ക്ലബിൻ്റെ സെക്രട്ടറി ആയിരുന്നു. അന്ന് അതിൻ്റെ ഉദ്ഘാടനത്തിന് തോപ്പിൽ പാസ് ചേട്ടനെ വിളിച്ചുകൊണ്ട് വന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ കോളേജ് യൂണിയൻ ചെയർമാനായപ്പോഴും അതിൻ്റെ കോളേജ് യൂണിയൻ്റെ ഉദ്ഘാടനത്തിനും പാസിച്ചേട്ടനെ കൊണ്ടുവന്നു. അങ്ങനെ ഞാൻ KPSCയുടെ മുമ്പിൽ കൂടെ പോകുമ്പോൾ ഇദ്ദേഹം ഇരിക്കുന്നതുകൊണ്ട് ഇറങ്ങിയതാണ് തുടക്കം. അപ്പോൾ എന്നോട് കുശലമൊക്കെ ചോദിച്ചു, ഇപ്പം അഭിനയമൊന്നുമില്ല. ഇല്ല, ഉപജീവനമായിട്ട് ഇങ്ങനെ ഓടി നടക്കുക. എൻ്റെ കൂടെ ഒരു കൊല്ലം നിൽക്കുന്നോ? ഞാനൊന്ന് സൂക്ഷിച്ചു. അല്ല, ഞാനൊരു പുതിയ നാടകം. അപ്പോൾ അദ്ദേഹം കുറേ കാലം സിനിമയിൽ പോയിട്ട് തിരിച്ചു വരുന്ന വർഷം 1980 കയ്യും തലയും പുറത്തിടരുന്ന നാടകമാണ്. ഈ നാടകത്തിൻ്റെ സ്ക്രിപ്റ്റിംഗ് കഴിഞ്ഞിട്ട് റിഹേഴ്സൽ തുടങ്ങിയില്ല. ആ സമയമായത്. എന്നോട് പറഞ്ഞു, ജോലിയൊക്കെ പകലല്ലേ, രാത്രിയല്ലേ നാടകം, അതും എന്താ ബുദ്ധിമുട്ട്? ഞാൻ പറഞ്ഞു, പറയാം, ഞാനൊന്ന് വീട്ടിലിതൊന്ന് അവതരിപ്പിക്കട്ടെ എന്ന് പറഞ്ഞു. അച്ഛൻ ഈ പാട്ട് പാടുന്നതൊന്നും വലിയ ഇഷ്ടമല്ല. അന്ന് എൻ്റെ അച്ഛൻ ഹോമിയോ ഡോക്ടറായിരുന്നു. അപ്പോൾ ഈ പ്രാക്ടീസ് കഴിഞ്ഞുള്ള സമയം കൃഷിയുള്ളവൻ വീട്ടിലെ കൃഷികളിലൊക്കെ അച്ഛനും അതിൻ്റെ കൂടെ അങ്ങ് ഇറങ്ങും. അപ്പം നമ്മൾ അതിനകത്തൊക്കെ വ്യാപരിക്കുന്ന അച്ഛനിഷ്ടം. പിന്നെ പഠിച്ചോണം.
അപ്പോൾ ഇതുപോലുള്ള കളിക്ക് പോവുക, ബാഡ്മിൻ്റൺ കളിക്കാൻ പോവുക, ഇത് കലാപരമായിട്ട് ഇപ്പോൾ കേട്ട് കഴിഞ്ഞാൽ വിലക്കും. അതായത് അച്ഛന് വീട്ടിലെ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുത്ത് ഒരു നല്ല ജോലി അങ്ങനെ നടക്കുന്ന ഒരാളായിട്ടാണ് അച്ഛൻ ആവശ്യം. ഓക്കെ. അപ്പോൾ അച്ഛനില്ലാത്ത സമയം അമ്മ പറയും എൻ്റെ അടുക്ക ഇന്ന പാട്ടൊന്ന് പാടിക്കുക കേട്ടോ അമ്മ. അമ്മ മോശമല്ല. അപ്പം അച്ഛൻ ആ പോകുന്ന ഗ്യാപ്പിലാണ് എൻ്റെ ഈ കലാവികസനം. പാട്ട് ഉറക്കെ പാടിക്കും എന്നെ കൊണ്ട്. അന്ന് ഇന്ന് ഞങ്ങൾക്ക് ഒരു പാട്ട് പാടിത്തരണേ. അയ്യോ അതൊക്കെ അന്ന് പാടിയ പോലെ അതൊക്കെ ഒരു കാലഘട്ടത്തിന്റെ, അതൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് പോയി. തൊണ്ടയൊന്നുമില്ല, സാധകമൊന്നുമില്ല, പാട്ടൊന്നും പക്ഷെ എന്നാലും നല്ല ബേസ് വോയിസ് ഒക്കെ ഉണ്ട്. ഞങ്ങൾക്ക് കേൾക്കാനൊക്കെ അത്രയൊക്കെ മതി. ഒരു പാട്ട് വേണം എന്തായാലും, കഥ പറഞ്ഞ് പാട്ട് തന്നാ മതി. ഒന്നും ഞാൻ കരുതിയല്ല വന്ന് പാട്ട് പാടാൻ. വേണ്ട ചേട്ടന് 2 വരി മതി. അപ്പൊ അങ്ങനെ ആണ് ഈ അഭിനയ രംഗത്തേക്ക് വരുന്നത്. അങ്ങനെ ഞാൻ വീട്ടിൽ ചെന്നേഷനെ അച്ഛനൊന്നും പറഞ്ഞില്ലെങ്കിലും അമ്മ പറഞ്ഞു നിനക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടല്ലോ. പിന്നെ തന്നെയല്ല തോപ്പിൽ ഫാസി എന്ന് പറയുന്ന ആളിൻ്റെയൊക്കെ ഒരു കൂടെ പോകാൻ കഴിയുന്നതും നിനക്ക് ചെല്ലാൻ വിളിക്കുകയും ചെയ്യുക എന്നൊക്കെ പറയുന്ന ഒരു ഭാഗ്യമാണ്. അങ്ങനെയാണ് ഞാൻ KPSC വരുന്നത്. KPSC 5 കൊല്ലം ഉണ്ടായിരുന്നു. ഭഗവാൻ കാലുമാർ ഇത് കയ്യും തലയും പുറത്തിടരുത്, ഭഗവാൻ കാലുമാറുന്നു. 2 വർഷത്തിലൊരിക്കലേ അവിടെ ഒരു പുതിയ നാടകം എടുക്കും. അപ്പോൾ ഇതിൻ്റെ വരിൻ ബിറ്റ്വീൻ പഴയ നാടകങ്ങൾ 1 2 കൂടെ കളിക്കും. അങ്ങനെ 3 നാടകം കാണും. ചേട്ടാ ശരിക്കും ഈ നാടകത്തിനൊക്കെ പോകുമ്പോഴത്തേനെ നമുക്ക് നമ്മുടെ ഈ പൊതുവേ അതിനൊരു എന്നാ പറയുക, ഇപ്പോൾ രാവിലെ ഒന്നും പോകണ്ട രാത്രിയൊക്കെ മതി എന്ന് പറയും. എല്ലാം ഉൾട്ടായിട്ടാണ്. അപ്പോൾ അവരുടെ ഭക്ഷണ രീതിയും എല്ലാം മാറുമല്ലേ, മൊത്തം ഉൾട്ടാവത്തില്ലേ? നമ്മൾ വേറെ സാധാരണ നിത്യജീവിതത്തിൽ നിന്ന് മാറിയിട്ട് വേറെ ഒരു ആളായിട്ട് മാറുകയാണ് ശരിക്കും. നാടകക്കാരുടെ എന്ന് പറഞ്ഞാൽ യാത്രയാണ്. അത് കഴിഞ്ഞിട്ട് നാടകം കഴിഞ്ഞാൽ വീണ്ടും യാത്രയാണ്. പറഞ്ഞാൽ മനസ്സിലായോ? ഇപ്പോൾ എറണാകുളത്തൊരു നാടകം, അടുത്ത ദിവസം പാലക്കാടാണ് നാടകം. ഈ നാടകം 9 മണിക്ക് തീർന്നാൽ ഇതെല്ലാം കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചിട്ട് നമ്മളൊരു 11 മണിക്ക് കയറിയാൽ അടുത്ത സ്ഥലത്ത് ചെല്ലിട്ട് അവിടെ ചെല്ലുമ്പോൾ മുതൽ ഉറങ്ങിയിട്ട് പകൽ അവിടെ എല്ലാം നടന്ന് അവിടെ ആരെങ്കിലുമൊക്കെ സിനിമാക്കാരോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയൊക്കെ പോയി ചാൻസും ഒക്കെ ചോദിച്ച് കറങ്ങി തിരിച്ച് അടുത്ത നാടകം എന്ന് പറഞ്ഞാൽ ഇന്ന് ഈ പാത്രത്തിൽ നിന്ന് കഴിച്ചാൽ രാവിലെ ഈ പാത്രത്തിൽ നിന്ന് കഴിച്ചാൽ ഉച്ചയ്ക്ക് കഴിക്കുന്നത് ചേർത്തലയിൽ നിന്നായിരിക്കും. തിരുവനന്തപുരത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ ഉച്ചയ്ക്ക് കഴിക്കുന്ന ചേർത്തലയിൽ നിന്നായിരിക്കും. വൈകിട്ട് കഴിക്കുന്നത് ചിലപ്പോൾ അങ്കമാലി. നേരത്തും കാലത്തിനും അല്ലേ, എപ്പോഴേലും. പക്ഷെ അത് ശരീരത്തിന്റെ നമ്മുടെ ഒരു അതിന്റെ ഒരു ഭാഗമായിട്ട് അങ്ങ് മാറും ഇതെല്ലാം. അതെ. ഇപ്പൊ ഈ നാടകം കളിക്കാൻ പോകുമ്പോൾ ചേട്ടൻ ഇപ്പൊ പറഞ്ഞായിരുന്നു അവിടെയൊക്കെ സിനിമാക്കാരുണ്ടെങ്കിൽ ചോദിക്കുകയും പറയുകയൊക്കെ ചെയ്ത് വല്ല ചാൻസും ഒക്കെ ചോദിച്ചേച്ചാ പോകുന്നതെന്ന്. ചേട്ടൻ അങ്ങനെ ആരോടെങ്കിലും ചാൻസ് ചോദിച്ചിട്ടുണ്ടോ? എന്നെ കുഞ്ഞിരിക്കുന്നേ ഉള്ള കാര്യം ചോദിക്കുമല്ലേ? ഉള്ള സത്യം പറഞ്ഞാൽ എന്നോട് വിരോധം തോന്നുമോ? ഓ ഇല്ല, ഇല്ലല്ലോ. ഞങ്ങൾക്ക് സത്യം പറയുന്ന ഇഷ്ടം. അതല്ലോ. ഞാൻ 3 പ്രാവശ്യം നിങ്ങളുടെ വീടിന്റെ മുൻപിൽ വന്നിട്ടുണ്ട്. എന്റെ വീടിന്റെയോ? തമ്പുരാനെ ഇപ്പൊ അടികൊള്ളും. പറഞ്ഞോ, എവിടെ? വഞ്ചൂരാന്നോ ഇവിടെയാന്നോ? അവിടെ അല്ല, ഷാജിയുടെ വീട്ടില്. ഇനി ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ, കല്യാണത്തിന് മുന്നേ ആണോ അത് കഴിഞ്ഞിട്ടാന്നോ? അല്ലല്ല, ഞാൻ പറഞ്ഞോട്ടെ. അപ്പോ അന്നെല്ലാം അച്ഛൻ ഇറങ്ങി വരുന്നത്. അച്ഛൻ പറയും ഇല്ല ഇവിടെ നിന്ന്. 4ാമത്തെ പ്രാവശ്യം ഞാൻ വരുമ്പോൾ ഞാൻ പറഞ്ഞു എന്നോട് ബുദ്ധിമുട്ട് തോന്നല്ലേ. 4ാമത്തെ പ്രാവശ്യം ഞാൻ വന്നത് ഉണ്ടെന്നറിഞ്ഞുണ്ടാ വന്നത്. അപ്പോൾ ഞാൻ ചെയ്ത് കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് ഫോൺ ചെയ്തപ്പോൾ ഹലോ ആനിയ എടുത്തത്. ഞാൻ പറഞ്ഞു ഇങ്ങനെ ഷാജി കൈലാസിൻ്റെ വീടല്ലേ, ഞാൻ വിഷ്ണുപ്രകാശാണ്. ചേട്ടനിവിടെ ഇല്ല, പുറത്ത് പോയിരിക്കുക. ഞാൻ പറഞ്ഞു ഞാൻ വിഷ്ണുപ്രകാശാണ്. ഇല്ല ചേട്ടനില്ല. ഫോൺ കട്ട് ചെയ്ത് പോകുന്നു. ഇതെല്ലാം പരിപാടി ചെയ്യുന്ന ഒരു സത്യമല്ലേ? ഞാൻ മാത്രമല്ലല്ലോ, ഭർത്താവ് പറയുന്നൊക്കെ കേൾക്കണം എന്നാ അല്ലേ ചേട്ടാ? വീട്ടിൽ സംഭവിക്കാറില്ലേ? അതിനുശേഷം ഞാൻ വന്നിട്ടില്ല. വന്നിട്ടില്ല. അപ്പൊ വഞ്ചൂര് വീട്ടിലായിരിക്കും, ഇവിടെ ആയിരിക്കും. വന്നിട്ടില്ല. ഓക്കെ, അത് സാരമില്ല. എന്നാന്നറിയോ, കല്യാണം കഴിഞ്ഞാൽ ഇടയ്ക്കൊക്കെ അങ്ങനെ ആയിരിക്കും. അല്ലേലും ഭർത്താവ് പറഞ്ഞോ അങ്ങനെ അനുസരിക്കണമെന്ന് തന്നെ ഞങ്ങളൊക്കെ. ഞാൻ കുറ്റം പറഞ്ഞല്ല, ചാൻസ് ചോദിച്ച് പോയിട്ടുള്ള അനുഭവം പറഞ്ഞ. അതിന് ശേഷം ചെയ്തിട്ടില്ല അല്ലേ? അതിനുശേഷം അവിടെ വന്നിട്ടില്ല. അപ്പൊ പിന്നെ വേറെ എവിടെയോ പോയി. അപ്പൊ പിന്നെ അവിടെ ആരൊക്കെ വിളിച്ചാ ചോദിച്ചോ? പിന്നെ ആരോടാ ചോദിച്ചേ? പിന്നെ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ആ ബിഗിനിങ് സ്റ്റേജിൽ ഞാൻ പോകാത്ത ഒരു സ്ഥലവും ഇല്ല. എല്ലാവരെയും കണ്ടിരുന്നു. എല്ലാവരുടെയും അടുക്കൽ ഞാനിങ്ങനെ KPSCയിൽ അഭിനയിച്ചിട്ടുള്ള ആളാണെന്നും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അതിൽ അപൂർവം പേര് എനിക്ക് റോള് തരാനായിട്ടുള്ള മനസ്സ് കാണിച്ചിട്ടുണ്ട്. അതിൽ എന്നെ ആദ്യമായിട്ട് സിനിമയിലേക്ക് കൊണ്ടുവന്നത് പത്മരാജൻ സാറാണ്. അത്രയും നല്ല ലെജൻഡ് കണ്ടോ, അതാ അനുഗ്രഹം. അത്രയും അദ്ദേഹത്തിന്റെ ഒരു പടത്തിൽ അഭിനയിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ചേട്ടാ ശരിക്കും ഒരു ഭാഗ്യമാണ് അല്ലേ? ആ ഒരു അനുഭവം പറഞ്ഞു തന്നെ അദ്ദേഹത്തിന്റെ പടത്തിൽ ചെയ്തൊക്കെ. ഇവർക്ക് 2 പേർക്കും, ഈ ചേച്ചിക്കും ചേട്ടനും നാടകപ്രിയരായിരുന്നു. അപ്പോൾ KPSCയുടെ 5 നാടകങ്ങൾ ഒന്നിച്ച് കാർത്തിക തിരുനാളിൽ കളിച്ചിരുന്നു. നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി, മുടിയനായ ഉത്തരൻ, പുതിയ ആകാശം പുതിയ ഭൂമി, കയ്യും തലയും പുറത്തിടരുത്, ഭഗവാൻ കാലുമാറുന്നു.
അപ്പോൾ ആദ്യ ദിവസം നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി അവർ കണ്ടുപോയി. രണ്ടാമത്തെ ദിവസം മുടിയനായ ഉത്തരൻ കണ്ട് സ്റ്റേജിൽ ഒരു ഇൻ്റർവെൽ സമയത്ത് ഇവർ രണ്ടുപേരും വരിക. അപ്പോൾ ഞാൻ അടുത്ത കയറാനായിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഉടനെ ഇവർ രണ്ടുപേരുടെ വന്ന് അതൊക്കെ ഓരോരുത്തരും ഇങ്ങനെ പരിചയപ്പെട്ടിട്ട് എൻ്റെ അടുക്ക് വന്നു. അപ്പം ഞാൻ എന്ത് കണ്ണാടി നോക്കി ഇങ്ങനെ ഇരിക്കുന്ന കൂട്ടത്തിലാണ് നോക്കുന്നത്. ചാടി ഞാൻ എഴുന്നേറ്റ് ഇവർ രണ്ടുപേരും കണ്ടു. അപ്പോൾ പുള്ളി തോപ്പിൽ കൃഷ്ണപിള്ള ചേട്ടൻ്റെ അടുക്കൽ എൻ്റെ പേരൊക്കെ ചോദിച്ചിട്ടാണ് വന്നത്. ഇരിക്കും വിഷ്ണു, നിങ്ങൾ സ്റ്റേജിലോട്ട് കയറാൻ പോകല്ലേ? ഞാൻ പറഞ്ഞില്ല, ഇല്ല, നിങ്ങൾ രണ്ടുപേരോട് വന്നപ്പോൾ എങ്ങനെ ഇരിക്കുന്നത്? നാടകം ഞങ്ങൾ കണ്ടു, വാസുവിനെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് വന്നതാണ് സാറിൻ്റെ. അപ്പോൾ ഇവർ രണ്ടുപേരുടെ നിന്ന് കുശലമൊക്കെ പറഞ്ഞു. ഞങ്ങൾ നാടകം കണ്ടിട്ടേ പോകും കേട്ടോ എന്നൊക്കെ പറഞ്ഞ് പോയി. പിന്നെ 5ാമത്തെ നാടകം കഴിഞ്ഞ് വന്നു. അപ്പോഴാണ് ഞാൻ മാവേലിക്കരയാണെന്നും ചിറ്റുളങ്ങരയാണെന്നും അറിയുന്നത്. അപ്പോൾ സാറ് പറഞ്ഞു, ആഹാ, നമ്മൾ അക്കരെ ഇക്കരയല്ലേ? പറഞ്ഞാൽ അവിടെ പുഞ്ചയുണ്ട്, ഏവു പുഞ്ച. അപ്പോൾ ആ പുഞ്ച കഴിഞ്ഞാൽ മുതുകുളമായി, അതിനിപ്പുറത്താകുന്നുണ്ട് ചിറ്റുളങ്ങരയായി. അപ്പോൾ ആ ഒരു സ്നേഹവും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ധൈര്യത്തിൽ ഒരു ദിവസം രാവിലെ ഞാൻ ചെല്ലുക വീട്ടിൽ സാറിൻ്റെ അടുക്കൽ ഒരു ചാൻസ് ചോദിക്കാൻ. ഒരു 7:30 മണിയായി കാണത്തുള്ളൂ. അപ്പോൾ അദ്ദേഹം കസേരയിൽ ഇങ്ങനെ കാല് മുമ്പിലുള്ള ഹാൻഡ് റെയിൽസിലോട്ട് വെച്ച് ഇങ്ങനെ ഇരുന്ന് പത്രം വായിക്കുക. ഞാൻ അടുക്ക ചെന്ന് നിന്നിട്ട് ചെറുതായിട്ട് ഈ കമ്പിയിൽ ഇങ്ങനെ ഒന്ന് തട്ടി. അപ്പോഴാണ് പെട്ടെന്ന് പത്രം മാറ്റിയിട്ട് എന്നെ നോക്കി. വിഷ്ണു പാടൂ എന്ന് പറഞ്ഞ് കാല് മാറ്റിയിട്ട് എന്നെ അവിടെ ഇരുത്തി. തിരിച്ച് ചേച്ചിയെ വിളിച്ചു. ചേച്ചി വന്ന് അപ്പം ഞാൻ അവിടെ ഇങ്ങനെ പൊമ്മിയിരിക്കുകയല്ലേ, നമ്മളിങ്ങനെ പൊമ്മിയിരിക്കുക. ഇയാളിനെ അറിയുമോ? പിന്നെ ഇത് നമ്മുടെ വാസുവല്ലേ, ക്യാരക്ടർ എല്ലാവർക്കും. പിന്നെ കുശലമൊക്കെ ചോദിച്ചു ഇന്ന് എവിടെ നാടകം എന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ ചായ എടുക്കാമെന്ന് പറഞ്ഞു. ചേച്ചി ചായ വന്നു, ചായ തന്ന് അവിടെ ഇരുന്ന് ഞങ്ങൾ കുറച്ച് നേരം കുശലമൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് എനിക്ക് വേണ്ടി സാറിൻ്റെ അടുക്കൽ റെക്കമെൻഡ് ചെയ്ത ചേച്ചിയാണ്. പപ്പേട്ട നമുക്ക് ഈ വിഷ്ണുവിനൊരു നല്ല റോൾ കൊടുക്കണ്ടേ ചേച്ചി? അപ്പോൾ ദൈവമേ, അദ്ദേഹം എന്നോട് എന്നെ ശപിക്കരുത്, പത്മരാജൻ സാർ ഈ താടിരോമ ഇങ്ങനെ പിടിച്ച് ഞെരിക്കും, ചുമ്മാ ഇരിക്കും. കുറച്ച് നേരം ഞെരിച്ചിട്ട് പറഞ്ഞു, അത് അവൻ്റെ രൂപത്തിന് പറ്റിയ ഒരു വേഷം വരട്ടെ കൊടുക്കാം. അങ്ങനെ ആ സംഭാഷണം അവിടെ അവസാനിച്ച് ഇച്ചിരി നേരം കൂടി ഇരുന്ന് കുശലം പറഞ്ഞ് ഞാൻ പോകുന്നു. അതാണ് നമുക്ക് വാർക്കാൻ മുന്തിരിത്തോപ്പോൾ. അപ്പൊ ഞാൻ ഫോൺ എടുത്തിട്ട് ഇവിടെ ഇല്ലാന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇനി ഞാൻ ഏട്ടനോടും കൂടെ ഒന്ന് റെക്കമെൻഡ് ചെയ്യാം. അതേ പറ്റൂ ഇതിന് പരിഹാരം, അല്ലാതെ നിവൃത്തിയില്ല. ഇല്ലെങ്കിലേ ഞാൻ ഇനി തലമൊക്കെ നടക്കണ്ട, തീർന്നില്ലേ? അങ്ങനെയൊന്നും ഇല്ല, ഓരോരോ സമയം. അത് എത്ര വർഷത്തിന് മുമ്പായിരുന്നു, ഇപ്പോഴൊന്നുമല്ല. ചേട്ടന്റെ ഫാമിലി കംപ്ലീറ്റ് ചെട്ടികുളങ്ങര സെറ്റിൽ ആണ്? അതോ എല്ലാവരും ഇല്ല, വൈഫ് അവിടെ ഒരു പാർലറും ഒക്കെ ആയിട്ട് വീട്ടിൽ തന്നെ വന്നും പോയി. എൻ്റെ കൂടെ എനിക്ക് 2 ആൺകുട്ടികളാണ്, അവരെൻ്റെ കൂടെ ഉണ്ട്. ഞാൻ സെറ്റിൽ ചെയ്ത് 11 വർഷമായി ഞാനിവിടെ ട്രിവാൻഡ്രത്ത് വന്നിട്ട്. നല്ലൊരു മാർഗം തിരഞ്ഞെടുക്കാൻ ബുദ്ധിമുട്ടുപെടുന്ന കുറെ കുട്ടികൾ കാണും, അവർക്ക് എന്താ ചേട്ടന് പറഞ്ഞു കൊടുക്കാൻ പറ്റുക? ശരിയായിട്ട് ഈ ഭക്തി എന്ന് പറയുന്നത് കാര്യസാധ്യത്തിന് വേണ്ടി ആണ് മിക്കവാറും. ഇപ്പോൾ ഞാൻ പോകുന്നു, ആറ്റുകാൽ പോകുന്നു, അവിടെ ഞാൻ കാണിക്കയിടുന്നു, അവിടെ ഒരു അർച്ചന നടത്തുന്നു, അല്ലെന്നുണ്ടെങ്കിൽ അവിടെ ഞാൻ ഒരു ധാര നടത്തുന്നു, അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ അഭിഷേകം നടത്തുന്നു. ഇതെന്ന് പറഞ്ഞ ഒരു പ്രാർത്ഥനയോടുകൂടിയാണ്. അങ്ങനല്ലാതെ കാര്യസാധ്യ ഭക്തിയിലേക്ക് പോകുമ്പോഴാണ് പലപ്പോഴും ഇത് മനസ്സിൽ തട്ടാതെ പോകുന്നത്. ഇത് കാര്യം സാധിച്ചില്ല എങ്കിൽ പിന്നെ ഒരു ദൈവത്തിനോട് പോലും ഒരു ഞാനിനി വരുന്നൊന്നുമില്ല, എൻ്റെ ഇത് കാശെല്ലാം വാങ്ങിച്ചല്ലേ, എൻ്റെ എനിക്ക് ഒന്നും സാധിച്ചു തന്നില്ലല്ലോ, ഞാൻ വരുന്നൊന്നുമില്ല, ഇനി ഒരു പരിപാടിയില്ല എന്ന് പറയാതെ ഇത് നമ്മൾക്ക് ഇപ്പോൾ ആനി ഇവിടെ എന്നെയൊക്കെ ശ്രമിക്കുന്നുണ്ട്, ഞാൻ ആനിയുടെ മുമ്പിൽ പാവ കളിക്കുന്നുണ്ട്. ഇത് ദൈവം എനിക്ക് തന്നിരിക്കുന്ന കീയാണ്. ഈ കീ തീർന്നാൽ തീർന്നു, എൻ്റെ കളിയില്ല, ഒന്നുമില്ല, ഞാനിവിടെ ഒടിഞ്ഞിരിക്കും. സത്യമാണ്. നമ്മൾ ഒരു പാവയെ വാങ്ങിച്ച് ഫുൾ കീ കൊടുത്താൽ കളിച്ച് കീ ഇങ്ങനെ നിൽക്കും. പിന്നെ എന്തെങ്കിലും ആരെങ്കിലും എപ്പോഴെങ്കിലും കീ കൊടുത്താൽ ഓരോ മനുഷ്യനും ദൈവം ഈ കീ തന്ന് വിട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഇതിനു വേണ്ടിയായിരിക്കണം ഓടുന്നത്. ഏതൊരു മനുഷ്യൻ്റെയും ചേഞ്ചിങ് പീരീഡ് എന്ന് പറയുന്നത് ഒരു 26, 27, 28 വയസ്സിനുള്ളിൽ മാനസികമായിട്ട് മാറാത്ത മനുഷ്യൻ കാണത്തില്ല. എന്താണെന്നറിയാമോ? ഇവനൊരു 10, 14, 15 വയസ്സാകുന്നുണ്ടെങ്കിൽ അവൻ്റെ വിചാരം ഇവനാണ് ഇന്ത്യൻ പ്രസിഡന്റ് അല്ലെ ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന കാര്യം. അച്ഛൻ്റെ അമ്മയുടെയും കയ്യിൽ നിന്ന് കാശ് കിട്ടുന്നു, എല്ലാ സുഖങ്ങളും സുഖസൗകര്യങ്ങളാണ്, അവര് ദുഃഖമില്ല, യാതൊന്നുമില്ല. അച്ഛാ എനിക്ക് ഇത്ര രൂപ, അമ്മ ഇന്ന് എനിക്കിത് വേണ്ട, എനിക്ക് അത് വേണം. അപ്പോൾ നമ്മൾ ഇതെല്ലാം ഒരുക്കി കൊടുക്കും. അപ്പോൾ ഇവന് ദുഃഖം അറിഞ്ഞുകൂടാ.
അപ്പം അങ്ങനെ വന്ന് ഇവൻ പഠിച്ച് നല്ല വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് ഒരു 24 വയസ്സായി 28 വയസ്സിനുള്ളിൽ ഒരു ദിവസം നല്ല വിദ്യാഭ്യാസം കഴിയില്ല. അപ്പോഴും ജോലിയാകുന്നില്ല. 30 വയസ്സാകുമ്പോഴും ജോലിയാകുന്നില്ല എങ്കിൽ ഇവൻ റിയലൈസ് ചെയ്യാൻ തുടങ്ങും, ഞാൻ ഇന്ത്യൻ പ്രസിഡന്റ് അല്ല, ഞാൻ ഇന്ത്യൻ പ്രധാനമന്ത്രി അല്ല, ഇതല്ല ജീവിതം. ഞാൻ പലരുടെ അടുക്ക വെല്ലുവിളിച്ചിട്ടുള്ളതല്ല ജീവിതം, ജീവിതം ഇതാണെന്ന് അവൻ അപ്പം പോലെ അറിയാൻ തുടങ്ങുന്നു. ഇവന് ജോലി കിട്ടാൻ താമസിക്കുമ്പോൾ, ഇവൻ്റെ വിവാഹം നടക്കാതാകുന്നുടനെ നമ്മൾ ഈ ജീവിതധാരയിൽ നിന്നും മാറിപ്പോകാൻ തുടങ്ങും. അപ്പോൾ അവൻ്റെ പ്രായക്കാർ കല്യാണം കഴിക്കുന്നു, അവൻ്റെ പ്രായക്കാർക്ക് ജോലി കിട്ടുന്നു. അപ്പോൾ പിന്നെ അവരെ കാണുന്നുണ്ടെങ്കിൽ അവനൊന്ന് ഒളിക്കാൻ നോക്കും, അവരില്ല. അപ്പോൾ ഇവൻ റിയലൈസ് ചെയ്യുകയാണ്, ഞാൻ കണ്ട ലോകമല്ല ജീവിതം എന്ന് പറയുന്ന ലോകം. ഈ ജീവിതം എന്ന് പറയുന്ന ലോകത്തിൽ അച്ഛൻ പറഞ്ഞതോ അല്ലെ അമ്മ പറഞ്ഞതോ ശരിയായിരുന്നു റിയലൈസ് ചെയ്തത്. ഇപ്പം ഞാൻ ചേട്ടനെ വെച്ച് നോക്കുമ്പോൾ ഞാൻ ഒത്തിരി ചെറുതായിരുന്നു. ഒരു പാരന്റിങ് എന്ന രീതിയിൽ ചേട്ടന് കൊടുക്കാവുന്ന ഇപ്പോഴത്തെ തലമുറയുടെ പാരന്റ്സിന്റെ ആയാലും ഈ ഞാൻ ഉൾപ്പെടെ പറയാണ്, ഒരു നടൻ എന്ന നിലയ്ക്കായാലും ഒരു പാരന്റ് എന്ന നിലയ്ക്കായാലും ഒരു നല്ലൊരു പാരന്റിങ് അഡ്വൈസ് ചേട്ടന് എന്താ കൊടുക്കാൻ സാധിക്കുക? അടിസ്ഥാനപരമായിട്ട് ഈ കുഞ്ഞുങ്ങളെ നന്നാക്കേണ്ടത് രക്ഷകർത്താക്കളെയാണെന്ന് പറയുന്ന ആളാണ് ഞാൻ. എന്താണെന്നറിയാമോ? ഈ കുഞ്ഞുങ്ങൾക്ക് ആവശ്യമില്ലാത്ത സ്വാതന്ത്ര്യം കൊടുക്കുകയും ആവശ്യമില്ലാത്തത് വാങ്ങിച്ചു കൊടുക്കുകയും അവരെ ഈ രീതിയിലാകാൻ അവരുടെ നിർബന്ധത്തിന് വഴങ്ങി കാരണക്കാരാകുന്ന ഈ രക്ഷകർത്താക്കളാണ്. സത്യമാണ്. എൻ്റെ 2 മക്കളും ജനിച്ച് അവരെ LKG ചേർത്തതിന് ശേഷം ദൈവം സത്യം, അഹങ്കാരമായിട്ടോ വലിപ്പമായിട്ടോ പറയുകയല്ല, വൈകുന്നേരങ്ങൾ 5:30 എൻ്റെ മക്കൾ വരുമ്പോൾ ഞാൻ വീട്ടിൽ കാണും. അത് വേണം. ഈ 5:30 മുതൽ ഷൂട്ടില്ലാത്ത ദിവസങ്ങളിൽ 9 മണി വരെ ഞാൻ അവരുടെ കൂടാണ് ഇരിക്കുന്നത്. 2 മണിക്കൂർ അവർക്ക് TV കാണാൻ സമയം കൊടുക്കുമായിരുന്നു. വന്ന് കുളിച്ച് ഭക്ഷണം കഴിച്ചാൽ 6:30 6:45 വരെ കളിക്കും, അവർക്ക് ഇഷ്ടമുള്ള പോലെ വിടും. അത് കഴിഞ്ഞ് ഹോംവർക്ക് ചെയ്യാൻ പിടിക്കും ഞാൻ. അത് കഴിഞ്ഞ് 7:30 മുതൽ 8 വരെയായിട്ട് അവർക്ക് ഞാൻ അന്ന് എൻ്റെ ഒരു സീരിയലോട് വരുമായിരുന്നു, ഈ സമയം അവർക്ക് കൊടുക്കും. ഈ 8 മുതൽ 9 വരെയായിട്ട് ബാക്കിയും പഠിക്കും. 9 മണിക്ക് ഭക്ഷണം കഴിക്കും, അവർക്ക് TV കാണുമോ ഉറങ്ങുകയോ ചെയ്യാം. എത്ര രക്ഷകർത്താക്കൾ വീട്ടിലിരിക്കുന്നുണ്ട് ഇങ്ങനെ? എൻ്റെ 2 മക്കളും +2 കഴിയുന്നിടം വരെ ഞാൻ അങ്ങനെ ഇരുന്നിട്ടുണ്ട്. വലിപ്പമായിട്ട് പറയുകയല്ല, ഒരു രക്ഷകർത്താവിൻ്റെ ധർമ്മം എന്നുള്ള രീതിയിലാണ് ഞാൻ ഇരുന്നത്. എനിക്ക് പുറത്തു പോയാൽ എനിക്ക് സന്തോഷിക്കാം, എനിക്ക് കൂട്ടുകാരുടെ കൂടെ സൊറ പറയാം, എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാം. പോയില്ല, ഒരു മഹത്വമായിട്ട് പറയുകയല്ല, അതെൻ്റെ ഒരു ധർമ്മമായതുകൊണ്ട് ഞാൻ അങ്ങനെ ഇരുന്നു. എത്ര രക്ഷകർത്താക്കൾ അങ്ങനെ ഇരിക്കുന്നുണ്ട്? ഇതൊക്കെയാണ് കുഞ്ഞുങ്ങൾ കൈവിട്ടു പോകുന്നതിന്റെ കാരണം. ശരിയാ. ഇങ്ങനെ നമ്മൾ ഇരിക്കുമ്പോൾ ഉണ്ടല്ലോ, അവർക്ക് നമ്മൾ അവരുടെ ആരും ആണ് നമുക്കൊരു അറ്റാച്ച്മെന്റ് അവർക്ക് വരും. അവരുടെ മനസ്സിലുള്ള പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ അവർ സ്കൂളിലെ വിശേഷങ്ങളും ഒക്കെ നമ്മളോട് പറയും. അപ്പൊ അതിൽ തന്നെ നമുക്ക് തെറ്റും ശരിയും അവർക്ക് തിരുത്താൻ സാധിക്കും. ശരിയാ. ഇപ്പൊ ആണെങ്കിലോ എന്നാ പറയാ, അപ്പൻ വരുമ്പോ മക്കളില്ല, മക്കൾ അങ്ങോട്ട് വന്നാൽ തന്നെ എല്ലാം ഹായ് ഹലോ, ഞാൻ സിനിമയ്ക്ക് പോയിട്ട് വരാം, എപ്പോഴോ വന്ന് കയറുന്നു, എപ്പോഴോ കഴിക്കുന്നു, എപ്പോഴോ കിടക്കുന്നു, വിശേഷങ്ങൾ അറിയുന്നില്ല, ഒന്നും അറിയുന്നില്ല. അറ്റൻഷൻ കിട്ടാതെ പോകുമ്പോഴാണ് കുട്ടികൾ വഴിതിരിച്ചെത്തി പോകുന്നതെന്നുള്ളതാണ് സത്യം. അത് തന്നെയാണ് സത്യം. ഇപ്പൊ എന്റെ മക്കൾ പ്രായപൂർത്തിയായി, ഞാൻ അവരുടെ കൂടെ ഇരിക്കാറില്ല. ഇപ്പൊ അവർക്ക് തെറ്റും ശരിയും എന്താന്ന് നല്ല വ്യക്തമായ ധാരണയുണ്ട്. എൻ്റെ 2 മക്കളും സെൽഫോൺ എത്രയോ മണിക്കൂർ ഉപയോഗിക്കാറുണ്ട്, കമ്പ്യൂട്ടറിന് ഉപയോഗിക്കാറുണ്ട്. പക്ഷേ അവരുടേതായ വിദ്യാഭ്യാസപരമായിട്ടും ജോലിപരമായ കാര്യങ്ങളും ചെയ്ത് ചിലപ്പോൾ അവർ സന്തോഷിക്കുന്നുണ്ടാകും. അത് കഴിഞ്ഞിട്ട് ഇവരെല്ലാം മാറ്റി വെച്ചിട്ട് എങ്ങനെയായാലും ഒരു 12 മണി 12:30 മുമ്പ് ഉറങ്ങിക്കോളും. ഞാനവർ ഉറങ്ങിയൊന്നും നോക്കാൻ പോകാറില്ല. കാര്യം അവർക്ക് കൊടുക്കേണ്ടത് കൃത്യമായ സമയത്ത് കൊടുത്തു. ഇനി അവരാകുന്നതെന്ന് പറഞ്ഞാൽ അവരുടെ ഭാഗ്യദൗർഭാഗ്യമാണ്. നമ്മൾ ഗൈഡൻസ് കൊടുത്തിട്ട് അവർ നശിച്ചു പോകുന്നുവെങ്കിൽ അവർ 100% രക്ഷകർത്താവിന് അതിനകത്ത് സ്ഥാനമില്ല, യാതൊരു പങ്കുമില്ല. അത് അവരുടെ ഭാഗ്യദോഷമാണ്. അവർ ശ്രദ്ധിക്കാതെ വെച്ചാൽ 18 വയസ്സ് കഴിഞ്ഞാൽ നമുക്ക് യാതൊരു വിധമായ നമ്മുടെ ഒരു കൾച്ചർ അനുസരിച്ചാണ് മക്കൾ കല്യാണം കഴിപ്പിക്കുന്നു, അത് കഴിഞ്ഞ് അവരുടെ മക്കളെ വളർത്തുന്നു, കല്യാണം കഴിപ്പിക്കുന്നു. അവർ 18 വയസ്സ് വരെ സ്വന്തം കാലിൽ നിന്ന് ജീവിക്കാനുള്ള വരെ എത്തിക്കുക എന്നുള്ളതാണ് ഈ രക്ഷകർത്താക്കളുടെ ജോലി. അത് കഴിഞ്ഞ് അവർ ജീവിക്കണം. ഒരു രക്ഷകർത്താവ് എന്ന രീതിയിൽ നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു അഡ്വൈസ് ആണ് അത്. ഈ പറഞ്ഞ പോലെ 12ാം ക്ലാസ് കഴിഞ്ഞു പോയിട്ട് അയ്യോ ഇത് ഞാൻ നേരത്തെ ചെയ്തിരുന്നെങ്കിലോ എന്നാലോചിച്ചിട്ട് ഇപ്പം ദുഃഖമില്ല. പക്ഷെ എന്നാലും വരുന്ന തലമുറകൾ, കുഞ്ഞു ക്ലാസ്സിലുള്ള ആൾക്കാരൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ഇതേമാതിരി ചെയ്താൽ നമുക്ക് നല്ല തലമുറയിലെ നല്ലൊരു ജനറേഷൻ പിള്ളേരെ കിട്ടാൻ സാധിക്കുവേ. അതിനുവേണ്ടി വഴിയൊരുക്കേണ്ടത് നമ്മളാന്നു. ഇപ്പം ഞാൻ വഴിയൊരുക്കാൻ പോകുന്ന കുറെ നേരമായിട്ട് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ആഹാരം വിളമ്പിയില്ല, ഞാൻ ചോറ് വിളമ്പിക്കോട്ടെ പ്ലീസ്, ഒരു 5 മിനിറ്റ്.
ഇതിനകത്ത് ചോറല്ലല്ലോ പ്രധാനം, ആനിയുടെ കൈപുണ്യമാണ് പ്രധാനം. എന്റെ തമ്പുരാനെ. അപ്പൊ അത് ടെസ്റ്റ് ചെയ്യട്ടെ ആദ്യം. രണ്ട് കണ്ണും തുറന്നു പിടിക്കും. അസലായി അതിമനോഹരം എന്നൊന്നും പറയുന്നില്ല. നെമ്മീൻ കറി വെച്ചാൽ ഇങ്ങനെ ഇരിക്കണം. അത് മതിയല്ലോ, അതിലെല്ലാ അർത്ഥമുണ്ട്. എനിക്ക് ഉണ്ടല്ലോ, നെമ്മീൻ കറി വെച്ചാൽ ഇങ്ങനെ ഇരിക്കണം. ടേസ്റ്റ് ഉണ്ട്. അതെ, ഇതിപ്പം എന്നാന്ന് വെച്ചാൽ ചേട്ടനാണെങ്കിൽ ഈ കുട്ടനാടൻ ഭക്ഷണം എന്ന് പറയുമ്പോൾ അതിന്റെ രുചി കൂടുതലും കുറവും എല്ലാം പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന, അതായത് ഒരു ഉപ്പ് കുറഞ്ഞാലോ ഒരു പുളി കുറഞ്ഞാലോ ഒക്കെ കറക്റ്റായിട്ട് പറയാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ്. നേരല്ലയോ? സത്യം സത്യം. തീർച്ചയായിട്ടും കുട്ടനാട് എന്ന് പറയുന്നത് മാവേലിക്കരയും കുട്ടനാടും തമ്മിൽ എനിക്ക് തോന്നുന്നു ഒരു 7 കിലോമീറ്ററിന്റെ 8 കിലോമീറ്റർ വ്യത്യാസമുണ്ട്, അത്രേ ഉള്ളൂ. ചേട്ടാ, ഇപ്പം നമ്മളിവിടെ കുട്ടനാടൻ ഫിഷ് കറിയാ ചെയ്തേക്കുന്നത്. പക്ഷെ എന്നാലും കുട്ടനാട് ഒരു സ്പെഷ്യൽ ഐറ്റം ആയിട്ട് എന്നതേലും പറയാൻ നമുക്ക് കാണും അവിടെ. ഇപ്പൊ കൊഞ്ചായാലും സീ ഫുഡ് എന്നല്ല, എന്നതേലും ഒരു ഐഡന്റിറ്റി ഓഫ് കുട്ടനാട്. നമ്മുടെ ആ ഭാഗത്തേക്ക് പോകുമ്പോൾ നീർമീൻ തന്നെയാണ് പ്രാധാന്യം. നീർമീൻ എന്ന് പറഞ്ഞാൽ നല്ല വെള്ളത്തിലെ മീനിന് നീർമീനെന്നും, കടലിലെ ഉപ്പ് കടൽ മീനെന്നും, കായലിലെ മീനിന് കായൽ മീനെന്നും പറയാനുള്ള കാര്യം, കടലിലെ മീനിന്റെ നേരെ പകുതിയേ ഉള്ളൂ, ഉപ്പ് കായലില്ല. കടലിലെ എല്ലാ മീനും സർവൈവ് ചെയ്യത്തില്ല, കായലില്ല. ആണല്ലോ. നല്ല വെള്ളത്തിൽ ശുദ്ധമായ ജലത്തിലുള്ള മീനിനെ എല്ലാം നീർമീൻ എന്നാണ് പറയുന്നത്. നമ്മുടെ ആ ഭാഗങ്ങൾ പറയുന്നത് നീർമീൻ എന്നാണ്. ഈ നീർമീനിൽ നമ്മുടെ അവിടെ പറയുന്ന ചിലടത്ത് ബ്രാലെന്ന് പറയും, നമ്മുടെ ആ ഭാഗത്ത് പറയുന്നത് ചാത്തിയല്ല, വരാല്. വരാലാണ് ഈ മീനിന്റെ ഏറ്റവും രസകരമായ സാധനം. അത് ഒരു നല്ല വിളഞ്ഞ വരാലാണെങ്കിൽ ഇത് ചട്ടിക്കകത്ത് ഈർക്കിൽ നിരത്തിയിട്ട് സർവ്വ ഇൻഗ്രീഡിയൻസും ചേർത്ത് ഈ ഈർക്കിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കറിവേപ്പില നിരത്തിയിട്ട് ഇത് ഓരോന്നായിട്ട് എടുത്ത് അതിനകത്ത് ചട്ടിക്കകത്ത് വെള്ളം ആവശ്യത്തിന് ഒഴിച്ചിട്ട് വേണം എന്നിട്ട് ഇത് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒരു പ്രിപ്പറേഷൻ ഉണ്ട്. അരപ്പ് മാംസത്തേലാണ് ഇത്. വരാല് ഈ ഖനത്തിലായിരിക്കും, തീരെ ഖനം കുറയരുത്. എന്നിട്ട് അതിൽ ഇതെല്ലാം പെരട്ടി വെച്ചിട്ട് അമ്മ ഉണ്ടാക്കുന്നതാണ്. വരാലിട്ട് ഇതുപോലെ കറി വെക്കത്തില്ല. അയ്യോ, വലിയ വരാല് കിട്ടിയാൽ കറി വെക്കുകയില്ല, അത് ഇതുപോലെയാണ് ചെയ്യുന്നത്. അത് ഒരു ആവിയിൽ വെന്ത് വരിക. അരപ്പ് എല്ലാം എരിവ് എല്ലാം ചേർന്ന് നമ്മൾ ഫ്രൈക്ക് വേണ്ടി നല്ല സ്ട്രോങ് ആയിട്ട് ചെയ്യുമല്ലോ. ഈ സാധനം വരാലിനാകുന്നുണ്ടെങ്കിൽ കുരുമുളക് കൂടുതലായിരിക്കും. എന്നിട്ട് ഇതിൽ നല്ലപോലെ കുഴച്ച് വെച്ചിട്ട് ഇതിങ്ങനെ പീസായിട്ട് പെറുക്കി വെച്ച് വേറൊരു ചട്ടി കൊണ്ടങ്ങ് അടച്ചിട്ട് ഇത് വെന്ത് വന്നാൽ ഇതാണ് പണ്ടത്തെ കാലത്തെ സ്റ്റീമർ. മനസ്സിലായില്ലേ? എന്താ പറയുന്നത്, ഈ ഈർക്കിലിയിലൊക്കെ കുത്തി വെച്ച് ഈ വരാലിനെ നമ്മുടെ അടുക്കളയിലേക്ക് വരാലോ അല്ലേ? അല്ല, ചേട്ടന്റെ ചേച്ചി അനിയത്തിമാർ അങ്ങനെ ആരുമില്ല? അവർക്കൊക്കെ അറിയാം. എന്നാ പിന്നെ ഞങ്ങളുടെ വരാലിനെ ഒന്ന് ഞങ്ങളുടെ അടുക്കളയിലേക്ക് ഒന്ന്. ഞാൻ പറഞ്ഞ കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചോണം. ചട്ടിയുടെ അടിയിൽ ആവശ്യത്തിന് വെള്ളം, ഇത് വേകാനുള്ള വെള്ളം. എന്നിട്ട് അതിന് അതിന്റെ മത്സ്യത്തിലല്ല നമ്മൾ ഈർക്കിൽ വെക്കുന്നത്, അല്ല ഈ ചട്ടിക്ക് ഇടയ്ക്ക് ഒരു ഒടിവില്ലേ? മനസ്സിലായി. ആ ഒടിവിൽ ചെന്നിട്ട് ഈർക്കിൽ തടഞ്ഞിരിക്കും. അപ്പൊ നടുക്ക് വരുന്നതിന് നീളം കൂടുതലായിരിക്കും, സൈഡിലോട്ട് പോകുമ്പോൾ നീളം കുറഞ്ഞിരിക്കും. അപ്പൊ ഇത് കറക്റ്റായിട്ട് നമ്മൾ എടുത്തിട്ട് കറിവേപ്പില കതിപ്പോട് കൂടി തന്നെ ഇങ്ങനെ വെക്കും. തണ്ടോട്, വലിയ തണ്ടല്ല, മനസ്സിലായി. അത് അടുക്കി കഴിയുന്നുണ്ടെങ്കിൽ താഴോട്ട് പോവില്ല. അപ്പൊ കറിവേപ്പിലയുടെ ഫ്ലേവറും കൂടെ അതിനകത്തോട്ട്. അതെ. ഓ, ഇത് എന്നാ ഞാനിത് ആദ്യമായിട്ട് കേൾക്കുവായിരുന്നല്ലോ ചേട്ടാ. ചേച്ചിമാരോടൊന്ന് നിശ്ചയമായിട്ടും അനി ഒരു പ്രാവശ്യം ചെയ്ത് നോക്കാം. തീർച്ചയായിട്ടും ആ വരാല് നമ്മുടെ അടുക്കളയിലേക്ക് വരാലോ. വരും നമ്മൾ വരുത്തിക്കും ആ വരാലിന്റെ. അതൊരു പ്രത്യേക പ്രിപ്പറേഷൻ അല്ലേ നമ്മളിപ്പോൾ കേട്ടോ. ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല കേട്ടോ ഇങ്ങനത്തെയൊക്കെ. സത്യം പറഞ്ഞാൽ എൻ്റെ അമ്മച്ചിമാരൊന്നും ഇങ്ങനെ ചെയ്യുന്ന പോലും കണ്ടിട്ടില്ല. ഇത് ഏകദേശം ഒരു സ്റ്റീമർ എഫക്റ്റാ. അതെന്ന് വെച്ചാൽ പണ്ടൊന്നും സ്റ്റീമർ ഇല്ലല്ലോ, എന്നാ പറയുക ഇപ്പം ഇറങ്ങിയ പോലത്തെ. അതിൻ്റെ ഒരു പഴയ ആൾക്കാരുടെ സ്റ്റീമർ. ശരിക്കും ഈ ഒരു ഇതൊക്കെ പ്രിപ്പറേഷൻ വരാലിന് മാത്രമേ ചെയ്യാനൊക്കത്തുള്ളൂ ചേട്ടാ? വരാലിന് മാത്രം ചെയ്യുന്നതാണ്, വേറെ ഒന്നും ചെയ്യാനൊക്കത്തില്ല. സ്പെഷ്യൽ വരാലിന് വേണ്ടി ചെയ്യുന്നതാണ്. ഓ, അത് ശരി. ഓക്കെ. കാര്യം അത് നല്ല ഫ്ലഷി അല്ലേ. അപ്പൊ നെമ്മീനാണെങ്കിലോ? നെമ്മീനും അങ്ങനെ ചെയ്യാം.
ഫ്ലഷി മീനെല്ലാം ചെയ്യാം. ചെയ്യാം. ചേട്ടാ നേരത്തെ എനിക്കൊരു വാക്ക് തന്നെ, വരാല് ഞാൻ അടുത്ത പ്രാവശ്യം ഉണ്ടാക്കി തരാം, എനിക്കൊരു പാട്ട് പാടിത്തരും. അയ്യോ അയ്യോ എന്നല്ല, ഞാൻ വാക്ക് തന്നോ? പിന്നെ മറന്നുപോയില്ലല്ലോ നമ്മള്. ചേട്ടാ 2 വരി പ്ലീസ്, അല്ലെങ്കിൽ നാടക ഗാനം, അല്ലെങ്കിൽ നാടകത്തിലെ ഡയലോഗ്, അല്ലെങ്കിൽ പാട്ട്, ഏതെങ്കിലും ഒന്ന് തന്നേ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ ഞങ്ങൾ വിടുകയല്ലേ വിടുന്നു. ഞാനൊരു കാര്യം ചെയ്യാം. ഞാൻ വല്ലതൊക്കെ ഈ 3-4 വരികൾ അടുപ്പിച്ചടുപ്പിച്ച് എഴുതുന്ന രസമുണ്ട്. കവിതയെന്നൊന്നും അതിന് പേരില്ല, അടുപ്പിച്ചിടുന്ന വരികൾ. അതിലൊരു 4 വരി മതി, ധാരാളം. ഈ ഒരു ചെറിയ ഇൻട്രഡക്ഷൻ ഉണ്ട് അതിന്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ ഒരു ഭാഗം അത്. നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ സർവജ്ഞരാണ്, നമ്മൾ വലിയ ആൾക്കാരാണ്, ഈ ഭൂമിയിൽ ആദ്യമായിട്ട് വന്ന് നമ്മളാണെന്നാണ് ധരിക്കുന്നത്. പണ്ട് പറഞ്ഞൊക്കെ അബദ്ധം. അവർ ചെയ്തതൊക്കെ മണ്ടന്മാർ, നമ്മളാണ് മിടുക്കരെന്ന് ധരിക്കുന്ന ആണ് ഈ 28 വയസ്സിന് താഴെയുള്ളവർ. പക്ഷേ മുകളിലൊരാളുണ്ട്, കാലം. എത്രയോ നൂറ്റാണ്ടുകളും മന്വന്തരങ്ങളുമായിട്ട് ജനങ്ങളെ കണ്ട്, മനുഷ്യരാശിയെ കണ്ടിരിക്കുന്ന ഒരാൾ. അദ്ദേഹം ഇത് കേൾക്കുമ്പോൾ ചിരിക്കും. ചിരി തൂകി ദൂരത്തു നിൽപ്പൂ കാലം, ചിരി തൂകി ദൂരത്തു നിൽപ്പൂ, ജന്മാന്തരങ്ങളെ നിങ്ങളെ നോക്കി ചിരി തൂകി ദൂരത്തു നിൽപ്പൂ കാലം, ചിരി തൂകി ദൂരത്തു നിൽപ്പൂ. കൈകാൽ തുഴഞ്ഞും മറിഞ്ഞും മെല്ലെ നീന്താൻ തുടങ്ങുന്നു ജീവൻ,